തുടങ്ങാം. കോമളം കുജയൻ വേണും ശ്യാമളവയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പ്രതോമമ. അകാരാദിക്രമത്തില് ഉള്ള വർണ്ണങ്ങള്, അതുപോലെ തന്നെ അയ്യൂണൽ അയ്യച്ച് അങ്ങനെയുള്ള വർണ്ണങ്ങള്, അതിന്റെ സ്ഥാനങ്ങള് എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ പുറപ്പെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും ദിവസമുള്ള ക്ലാസ്സുകളിൽ കുറേശ്ശെ ആയിട്ട് എല്ലാവർക്കും വർണ്ണത്തിന്റെ ക്രമങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഇപ്പൊ വർണ്ണത്തിന്റെ ദേവതകള്, പിന്നെ അതിന്റെ കുറെ ഭേദങ്ങൾ പറയാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ എന്തായി വർണ്ണത്തിന്റെ ഇടപാടുകൾ തീരും. അപ്പോ ആദ്യം തന്നെ നോക്കാം, മറ്റേ ഇതൊക്കെ അന്നത്തെ ബാക്കി അങ്ങ് തുടരാം. അത് കഴിഞ്ഞിട്ട് ആ വർണ്ണത്തിന്റെ ദേവതകളും ജാതികളെ വിവരണം അവസാനത്തെ ഒരു 10-15 മിനിറ്റുള്ളിൽ തീർക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് ഇന്നത്തെ സെറ്റാക്കാതെ അകാരാദി സ്വരങ്ങള്, അതിൽ തന്നെ ബാഹ്യപ്രയത്നം ആഭ്യന്തര പ്രയത്നം രണ്ടെണ്ണം ഉണ്ട് തോന്നുന്നു. അപ്പോ സ്പൃഷ്ടം യത്നം രണ്ട് പ്രകാരത്തില് വർണ്ണങ്ങൾ പുറപ്പെടുവിക്കാൻ ആഭ്യന്തര പ്രയത്നം ബാഹ്യപ്രയത്നം എന്ന് രണ്ട് വിഭാഗങ്ങളുണ്ട് തോന്നുന്നു. ആ രണ്ട് വിഭാഗത്തില് 5 പ്രകാരത്തിൽ ആഭ്യന്തര പ്രയത്നം സ്പൃഷ്ടം ഈഷത്, സ്പൃഷ്ടം ഈഷത്, വിവൃതം വിവൃതം സംവൃതം, ഇത്രയും പ്രയത്നങ്ങളുണ്ട്. അത് 5 എണ്ണം. ബാഹ്യപ്രയത്നം 11 പ്രകാരത്തിലുണ്ട്. 11 പ്രകാരത്തിലുള്ള ബാഹ്യപ്രയത്നം: ഒന്ന് വിവാരം, സംവാരം, ശ്വാസം, വിവാരഹ സംവാരഹ സംസ്കൃതത്തിനാണെങ്കിൽ ശ്വാസഹ, നാദഹ, ഘോഷഹ, അഘോഷഹ, അല്പപ്രാണ, മഹാപ്രാണ, ഉദാത്ത, അനുദാത്ത, സ്വരിതം, ഇത്രയും ഭേദങ്ങളുണ്ട്. സ്വരിത. അപ്പോ 11 16 എണ്ണായി. നോട്ട് ചെയ്യണം. സ്പൃഷ്ടം ഈഷസ്പൃഷ്ടം ഈഷത്, വിവൃതം വിവൃതം സംവൃതം 5 എണ്ണം. അതുപോലെ തന്നെ ബാഹ്യപ്രയത്നം 11 എണ്ണം. വിവാരം, സംവാരം, വിവാരഹ, സംവാരഹ, ശ്വാസഹ, നാദഹ, ഘോഷഹ, അഘോഷഹ, അല്പപ്രാണ, മഹാപ്രാണ, ഉദാത്ത, അനുദാത്ത, സ്വരിതം 11. അങ്ങനെ 11 പ്രകാരത്തില് ഏത് ബാഹ്യപ്രയത്നം. ആഭ്യന്തര പ്രയത്നം 5, ബാഹ്യപ്രയത്നം 11. അപ്പോ ഇനി നിങ്ങളിതിന് ഈ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതിനപ്പോ ഈ വർണ്ണത്തിന്റെ ചില വിശേഷങ്ങൾ പഠിക്കാനുണ്ട്. സ്പർശം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പർശവർണ്ണങ്ങൾ എഴുതിക്കണം. കാതയോ മാവസാനാഹ സ്പർശാഹ, അതിന് സ്പർശങ്ങൾ എന്ന് പറയും. ഇനി ഈ സ്പർശം ഏതാ വരുവാന്നാണ്. അത് സ്പർശത്തിലുള്ള സ്പൃഷ്ടം വരും. ഈ പ്രയത്നങ്ങൾ ഏതൊക്കെ എങ്ങനെയൊക്കെ വരുവാന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ആദ്യത്തിന് ഇത് പഠിച്ചതിന് ശേഷം അത് പഠിക്കാൻ പറ്റുന്ന അർത്ഥം. പ്രയത്നത്തിന്റെ പേരുകൾ നോട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? സ്പർശം എന്ന് പറഞ്ഞാൽ എന്താ? കാ മുതൽ മാ വരെയുള്ള 5 വർഗം. കാതയോ മാവസാനാഹ സ്പർശാഹ. സ്പർശങ്ങള് കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ഇതിന് സ്പർശം എന്ന് പറയും. എണ്ണ് യാ, വാ, ര, ല, 4 വർണ്ണങ്ങൾ. യാ, വാ, ര, ല. എണ്ണ് അന്തസ്ഥങ്ങൾ എന്ന് പറയും. കാട്ടുമാ സ്പർശം. യാ, വാ, ര, ല അന്തസ്ഥം. ഷാ, ഷാ, സാഹ അതിന് ഊഷ്മാണങ്ങൾ എന്ന് പറയും. ശല ഊഷ്മാണ. കാതയോ മാവസാനാഹ സ്പർശാഹ യണഹ അന്തസ്ഥാഹ ശലഹ ഊഷ്മാണഹ. അപ്പോ അന്തസ്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഷ്മാണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ തന്നെ സ്പർശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർമ്മിക്കണം. അപ്പോ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതാണ്. ഇനി നാദം, ഘോഷം ഇതൊക്കെ പറയാം.
സ്പൃഷ്ടം എന്ന് പറയുന്ന പ്രയത്നം സ്പർശങ്ങൾക്കെല്ലാം ഉണ്ട്. സ്പൃഷ്ടം എന്ന് പറയുന്ന പ്രയത്നം സ്പർശങ്ങൾക്കെല്ലാം ഉണ്ട്. സ്പൃഷ്ടം പ്രയത്നം സ്പർശാന. ഈഷസ്പൃഷ്ടം അന്തസ്ഥ വർണ്ണങ്ങൾക്കെല്ലാം ഈഷത്ത് സ്പൃഷ്ടം എന്ന് പറഞ്ഞ പ്രയത്നമുണ്ട്. ഇതെല്ലാം കുറച്ച് ടെക്നിക്കൽ വേർഡ്സ് എല്ലാം ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ഈ ചൈനീസ് അറബിയെല്ലാം കേൾക്കുന്നത് തോന്നും. അത് സാധാരണ സംഭവിക്കുന്നത്, ബേജാറാക്കണ്ട. നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ സ്പൃഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്പർശം എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചാൽ മതി. സ്പർശം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ആദ്യം പറഞ്ഞു, കകാരം മുതൽ മകാരം വരെയുള്ള 5 വർഗാക്ഷരങ്ങൾക്ക് സ്പർശം എന്ന് പേര്. ആ സ്പർശത്തിന് എന്ത് പറയും? സ്പൃഷ്ടം എന്ന് പറയും. സ്പൃഷ്ടം പ്രയത്നം ഏതിനുണ്ട്? സ്പർശങ്ങൾക്കുണ്ട്. ഈഷസ്പൃഷ്ടം ഏനുണ്ട്? അന്തസ്ഥങ്ങൾക്കുണ്ട്. അന്തസ്ഥം എന്ന് പറഞ്ഞാൽ എന്തെന്ന്? എണ്ണ് യാവാരാല അന്തസ്ഥാഹ. ശല്ല് ശാഷാസാഹ ശല ഊഷ്മാണഹ ഊഷ്മാണങ്ങളുണ്ട്. ഈഷത് വിവൃതം അന്തസ്ഥാനാം ഈഷത് വിവൃതം ഊഷ്മണാം. ഈഷത് വരുന്നുണ്ട്. ഊഷ്മണ എന്ന് പറയുന്ന വർഗങ്ങൾക്ക് വർണ്ണങ്ങൾക്കെല്ലാം എന്തുണ്ട്? ഊഷ്മാണ വർഗങ്ങൾക്ക് എന്തുണ്ട്? ഈ പ്രയത്നമുണ്ട്. വിവൃതം സ്വരാണാം. സ്വരം നിങ്ങൾക്കറിയാലോ, അച്ച് ആ ഈ ഊറ് അതെല്ലാം വിവൃതങ്ങളാണ്. വിവൃതം സ്വരാണാം. അപ്പൊ എന്തായി? സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം ഈഷസ്പൃഷ്ടം അന്തസ്ഥാനാം ഈഷത് വിവൃതം ഊഷ്മണാം വിവൃതം സ്വരാണാം. ഒരു ദിക്കില് ആ എന്ന് മാത്രമേ പ്രയോഗിക്കുന്നുള്ളൂ. ഹ്രസ്വസ്യ അവർണസ്യ പ്രയോഗേ. ഹ്രസ്വസ്യ അവർണസ്യ പ്രയോഗേ എന്തെന്ന്? സമൃതം. വെറും ഹ്രസ്വത്തില് ആ എന്ന് മാത്രമേ പറയുന്നില്ല. അപ്പൊ അതിന് സമൃതം എന്നാ എന്റെ പേര്. പ്രക്രിയാദശായാം അകാരവും വികാരവും കൂടി കൂടിയിട്ട് നാവുമ്പോഴെന്തായി? അത് വിവൃതയാവുള്ളൂ. അത് വിവൃതം മാത്രമേ ആവൂ, സമൃതാവില്ല. ഹ്രസ്വസ്യ അവർണസ്യ പ്രയോഗേ സമൃതം. പ്രക്രിയ വന്നാലോ? 2 സന്ധി മുതലായിട്ടുള്ള പ്രക്രിയ വന്നാൽ അതിനെന്ത് വരും? വിവൃതം എന്ന് പറയുന്ന പ്രയത്നം വരും. അപ്പൊ എന്തായി? പ്രയത്നങ്ങള് ഞാൻ പ്രയത്നം തുടങ്ങി. 5 പ്രയത്നം പറഞ്ഞു. സ്പൃഷ്ടം, ഈഷസ്പൃഷ്ടം, ഈഷത് വിവൃതം, വിവൃതം, സമൃതം. 5 പ്രയത്നങ്ങൾ പറഞ്ഞു. ആ 5 പ്രയത്നങ്ങൾ എന്താണ്? സ്പർശങ്ങൾക്കാന്ന് പറഞ്ഞു. വാട്ട് ഈസ് സ്പർശ? എന്താ സ്പർശം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, കാതയോ മാവസ. ഞാൻ 2 തവണ പറയുന്നത് കൊണ്ടറിയാം. നിങ്ങൾക്ക് പലർക്കും ഇത് തലയിൽ പോയിക്കാന്നുള്ളത് എനിക്ക് കേൾക്കുമെന്ന് തോന്നുന്നു. എനിക്ക് പറയുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തലയിൽ പോയില്ല, സംശയിക്കാനില്ല, പഠിക്കാനില്ല. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ. സ്പൃഷ്ടം പ്രയത്നം സ്പർശാനം. ഇപ്പൊ സ്പൃഷ്ടം സ്പർശം 2 പുതിയ പ്രയത്നങ്ങൾ. അതിൽ സ്പൃഷ്ടം എന്ന് പറയുന്നത് പ്രയത്നാണ്. സ്പർശം എന്ന് പറയുന്നത് വർണ്ണത്തിന്റെ പേരാണ്. കാതയഹ മാവസാനാഹ സ്പർശാഹ. കാ മുതൽ മാ വരെ സ്പർശം. ഈഷസ്പൃഷ്ടം അന്തസ്ഥാനാം. ഈഷസ്പൃഷ്ടം എന്ന് പറയുന്നത് പ്രയത്നം. അന്തസ്ഥങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ യണഹ അന്തസ്ഥാഹ. യണന്തർഗത വർണ്ണങ്ങൾക്ക് എന്താണ്? അന്തസ്ഥം എന്ന് പറയുന്നത്. ഇനിയോ ഈഷത് വിവൃതം. സ്പൃഷ്ടം ഈഷസ്പൃഷ്ടം ഈഷത് വിവൃതം. ഈഷത് വിവൃതം ഊഷ്മണ. ഊഷ്മാണം ശല്ല്. ശല്ല് എന്ന് പറയുന്നത് സാഹ. ഇവർക്കെല്ലാം എന്തുണ്ട്? ശലന്തർഗത വർണ്ണം. അതിനെന്ത്? ഊഷ്മാണങ്ങൾ എന്ന് പറയും. അപ്പൊ അടുത്തത് എന്തായി? സ്വരങ്ങള്. അത് പ്രസിദ്ധമാണ്. അച്ച് ആ ഈ ഊറ് റേ എല്ലാ അച്ച്. അകാരം മുതൽ അഹ വരെ അനുസ്വാരം എല്ലാ അച്ഛനാണ് പേര്. ആ അച്ഛനെന്താണ്? അതെല്ലാം സ്വരങ്ങൾക്കാകുന്നത് വിവൃതം എന്ന് പറയുന്നത്. പിന്നെയോ ഹ്രസ്വസ്യ അവർണസ്യ പ്രയോഗം. വെറും ആ മാത്രമേ പറയുന്നത് എന്ത് വരും? അതിന് സമൃദ്ധം എന്ന് പറയും. പ്രക്രിയ വന്നാലോ വിവൃതം എന്ന് പറയും. ആയല്ലോ. ഇനി അടുത്തത് ഖരോ വിവാരാഹ ശ്വാസാഹ ഘോഷാശ്ച. ഖരോ വിവാരാഹ ശ്വാസാഹ അഘോഷാശ്ച. ഖര് ഖരന്തർഗത വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? മുമ്പ് പഠിച്ച അയ്യുണെല്ലാം ഓർമ്മ വേണം, എന്നാലേ ഓർത്തില്ല, വേറെ വഴിയിലായി. ഖ ഫ ഛ ട ഥ. ഖ ഫ ഛ ട ഥ. ച ട ത. ക പ ശ ഷ. സ ഹ. ഹ ഇല്ല. സ ഷ സ വരെ. ശഷസര് വരെ. ഖ ഫ ഛ ട ഥ ചടതവ് കപയ്യ് ശഷസര്. ഇത്രയും വർണ്ണങ്ങൾ. ഖരഹ. ഈ ഖരിന് എന്തുണ്ട്? എന്തെല്ലാം പ്രയത്നങ്ങളുണ്ട്? വിവാരെന്നും ശ്വാസെന്നും അഘോഷെന്നും. ഞാൻ ഈ 11 പറഞ്ഞ ലിസ്റ്റ് നോക്കിയാൽ കിട്ടും. ശ്വാസം, അഘോഷം, വിവാരം. വിവാര സംവാര ശ്വാസ നാദ ഘോഷ. അഘോഷം എന്ന് പറഞ്ഞില്ലേ? അതിലെ അഘോഷം, വിവാരം, ശ്വാസം 3 പ്രയത്നങ്ങളുണ്ട്.
ഇത്രയും വർണ്ണങ്ങളുണ്ട്. ഖരോ വിവാരാഹ ശ്വാസാഹ അഘോഷാശ്ച ഹസഹ ഹസ് ഹയവരട്ട് ലണ്ണ് യമഗണനം ശഭഞ്ഞ് ഘടദശ് ജപഘടദശ് ജപഘടദശ്വരെ ഇത്രയും വർണ്ണങ്ങള്. ഹയവര ഹസ് എന്ന് പറയും. ഹസ് എന്ന് പറഞ്ഞാൽ എന്തെന്ന്? ഹായാവാര ല യമഗണന ശഭ ഘടധ ജപഘടദ വരെയുള്ള വർണ്ണങ്ങൾ വന്നിട്ട് ഹസഹ സംവാരാഹ ഇതിനെന്ത് പ്രയത്നമുണ്ട്? സംവാരെന്ന് പ്രയത്നമുണ്ട്. നാദെന്ന് കേൾക്കുന്നതല്ലേ? നാദാ ഘോഷാസ്ഥ ഘോഷങ്ങളാണ്. ഹസഹ സംവാരം നാദം ഘോഷവും കൂടി വരും. ഇത്രയും ഉണ്ട്. ഇത്രയും എന്തായി? വിവാര സംവാര ശ്വാസ നാദ ഘോഷ അഘോഷം വരെയായി. ഇനി എന്തെന്ന്? വർഗാണാം പ്രഥമ തൃതീയ പഞ്ചമാഹ. വർഗാണ വർഗത്തിന്റെ ഇപ്പൊ കാഖ ഗാഖ അതാ വർഗം. കാ ചാ ഠാ താ പാ എന്നുള്ളതാണ് വർഗം. ഈ വർഗങ്ങളെ 5 വർഗങ്ങളുണ്ട്. പ്രഥമ ഒന്നാമത്തെ അക്ഷരം ക. തൃതീയ കാ ഖ ഗ കാ ഗ ങ. വർഗാണാം പ്രഥമ തൃതീയ പഞ്ചമാഹ. വർഗത്തിലെ 1, 3, 5 ഈ വർണ്ണങ്ങൾ. വർഗത്തിലെ 1, 3, 5 വർണ്ണങ്ങള്. വർഗാണാം പ്രഥമ തൃതീയ പഞ്ചമാഹ. യണശ്ച യാവാരാല എണ്ണ്. യാവാരാല പഴയ വീണ്ടും പഴയലേക്ക് വന്നു. എണ്ണിലേക്ക് വന്നു. യാവാരാല ഇതെന്തുണ്ട്? ഇതിനെന്താ പേര്? വർഗാണാം പ്രഥമ തൃതീയ പഞ്ചമാഹ യണശ്ച. ഇതെന്ത് പറയും? അല്പപ്രാണം എന്ന് പറയും. എന്ത് പറയും? അല്പപ്രാണമാണ്. കുറച്ചേ ഉണ്ട്. അതിന് വലിയ പരിശ്രമമില്ല ഈ വർണ്ണം പറയാൻ. എന്ന് പറയാൻ കാ എന്നത് കുറച്ചത്രല്ലേ വേണ്ടു. പ്രാണം കുറച്ച് ഉപയോഗിച്ചാൽ മതി. മറ്റേതെങ്ങനല്ല. വർഗാണാം തൃതീയ ചതുർത്ഥവും. വർഗത്തിലെ എന്നല്ല പറയണേ. അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണ്ടി വരും? വർഗാണാം ദ്വിതീയ ചതുർത്ഥവും ശലസ്സരെ അല്ലെ ഈ വർണ്ണങ്ങളിൽ എന്താണ്? വർഗാണാം ദ്വിതീയ ചതുർത്ഥവും ശലസ്ഥ മഹാപ്രാണ. മറ്റേത് അല്പപ്രാണൻ, ഇത് മഹാപ്രാണൻ. ശ്വാസം ഘോഷം ഇതൊക്കെ പറഞ്ഞു ഇല്ലേ? അപ്പോ വർഗാണാം ദ്വിതീയ ചതുർത്ഥവും ശലസ്ഥ മഹാപ്രാണ. ഇനി വീണ്ടും പഴയ ഡീറ്റെയിൽ ഞാൻ ഒന്നുകൂടെ പറയാം. കാതയഃ മാവസാനാഃ സ്പർശാഃ യണഃ അന്തസ്ഥാഃ ശലഃ ഊഷ്മാണഃ അചഃ സ്വരാഃ. ഇതൊക്കെ പറഞ്ഞില്ലേ? അചഃ സ്വരാഃ മുമ്പ് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ എന്ത് വേണം? ഇതിനൊക്കെ നിങ്ങൾക്ക് റെഫറൻസ് ഉണ്ട്. ഈ റെഫറൻസ് നിങ്ങൾക്ക് ആർച്ചീവ് ഇതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. ലഘു സിദ്ധാന്ത കൗമുദി കൊണ്ട് ബുക്ക് കിട്ടും. അതിന്റെ സംജ്ഞാപ്രകരണത്തിലെ ഉള്ള ഭാഗങ്ങളാണ് ഞാൻ പല ദിക്കിലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അതിന്റെ പൂർവ്വഭാഗം ഈ സംജ്ഞാപ്രകരണത്തിലെ വർണ്ണത്തിന്റെ ഭാഗങ്ങൾ പാണിനീയ ശിക്ഷയിലെ പ്രകാരമുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇത്രയും നേരം ഇത്രയും ക്ലാസ്സുകൾ, അതായത് 3ഓ 4ഓ ക്ലാസ്സുകളിൽ 5ഓ 6ഓ ക്ലാസ്സുകളിൽ ഞാൻ ഈ വർണ്ണത്തിന്റെ മുഴുവൻ. പക്ഷെ അതിന് മുമ്പുള്ള പല ശിക്ഷയിലുള്ള ഭാഗങ്ങളെല്ലാം ഉണ്ട്. ഏത് ഈ ആധാരം അതെല്ലാം അതൊന്നും ഈ കൗമുദിയിൽ കിട്ടില്ല. കൗമുദിയിൽ എന്തേ കിട്ടുള്ളൂ? അയ്യുണർക്ക് മുതലുള്ള വർണ്ണങ്ങൾ അതെല്ലാം കിട്ടും. ആ വർണ്ണം നിങ്ങൾക്ക് എങ്ങനെ അകാരികാരായി ആ ഈ ക്രമത്തിൽ എങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീടെല്ലാം അകൂഹ വിസർജനീയാനാം കണ്ഠ വിജയശാനാം താലു ഇതിന്റെ സ്ഥാനങ്ങൾ അതെല്ലാം കൗമുദിയിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതും കിട്ടും. ഈ പറഞ്ഞിട്ടുള്ള പ്രയത്നങ്ങൾ ബാഹ്യപ്രയത്നസ്തു ഏകാദശധ എത്ര യത്നോദ്ധിത ആഭ്യന്തരോ ബാഹ്യശ്ച ആദ്യ പഞ്ചധ സ്പൃഷ്ടീഷ വിവൃത. നമ്മളത് ചെറിയ വയസ്സിലെ കാണാപ്പണം പഠിച്ചുകൊണ്ട് അതെല്ലാം കൃത്യം ഓർമ്മ വരുന്നില്ല. അത്ര എഴുതി ഇത് പഠിച്ചാൽ എല്ലാവർക്കും വിദ്യാർത്ഥി വലിയ ബ്രഹ്മവിദ്യ ഒന്നല്ല. ഇത് ആർക്കും വരാവുന്ന, ഇത് ആർക്കും പഠിക്കാവുന്ന ഒരു സാധനമാണ്. എന്തുകൊണ്ട്? ഞാൻ പഠിച്ചു, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ പഠിക്കാനില്ല. അത് കൃത്യമായി എന്ത് ചെയ്യണം? അത് ഓർമ്മിച്ചാൽ എന്തായി? അത് ഫിംഗർ ടിപ്സിൽ വെച്ചാൽ നല്ല കാര്യമാണ്. ഇതിനൊക്കെ ഇത്രയൊക്കെ പ്രയത്നങ്ങളുണ്ട്, സ്ഥാനപ്രയത്നങ്ങളുണ്ട്, ഇത്രയധികം വിശേഷങ്ങളുണ്ട്. ഈ ഊഷ്മാണം എന്ന എന്താണ് നേരത്തെ പറഞ്ഞില്ലേ? താദയോ മാവസാനാഹ സ്പർശാഹ യണഃ അന്തസ്ഥാഹ. റെഫറൻസ് ബുക്ക് ലഘു സിദ്ധാന്ത കൗമുദി. അത് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ കിട്ടണം. archive.org നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇംഗ്ലീഷിലോ മലയാളത്തിലുണ്ട് ബുക്ക് വാങ്ങാൻ കിട്ടാൻ. മലയാളത്തിൽ ഇതിലുണ്ടോ എന്ന് അറിയില്ല. സംസ്കൃതത്തിൽ ഇഷ്ടം പോലെ, ഇംഗ്ലീഷിൽ കമന്ററിയോടും ഇതൊക്കെ ഇഷ്ടം പോലെ സിദ്ധാന്ത കൗമുദി, അതായത് നമ്മളെ ഭട്ടോജി ദീക്ഷിതർ ഉണ്ടാക്കി വെച്ച സിദ്ധാന്ത കൗമുദിയില്
ചെറിയ രൂപം വരദരാജാചാര്യർ കാഞ്ചീപുരം നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹം ഉണ്ടാക്കിയാണെന്ന് ഭട്ടതിരിക്ഷ നമ്മുടെ നാട്ടുകാരനാണ്, അന്യനെന്നല്ല. അദ്ദേഹം അവരാക്കിയിട്ടുള്ള ചെറിയ ബുക്കാണ് ലഘുസിദ്ധാന്ത കൗമുദി. അതായത് സിദ്ധാന്ത കൗമുദിന്റെ ചെറിയ രൂപം ലഘുസിദ്ധാന്ത കൗമുദിയിൽ നിങ്ങൾക്ക് സംജ്ഞാപ്രകരണം എന്ന് പറയുന്ന പ്രകരണത്തില് നിങ്ങൾക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഒരു 60% എബവ് നിങ്ങൾക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ എന്തായി, ഇത്രയും കാര്യങ്ങളോടുകൂടി എന്ത് പറഞ്ഞു, വർണ്ണത്തിന്റെ വിശേഷങ്ങളെല്ലാം എന്തായി തീർന്നു. അതായത് സൂത്രരൂപത്തില് പാണിനി എങ്ങനെ ഇത് കിട്ടി, നൃത്താവസാനത്തിൽ നടരാജരാജൻ ഈ ഢക്ക ശബ്ദം ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടി, ഈ വർണ്ണപ്രപഞ്ചം കിട്ടി, അയ്യൂണുകൾ എന്ന് കിട്ടി. അത് നമ്മൾ എന്താക്കി, അക്ഷരമാലയാക്കി. അക്ഷരമാലയുടെ ദേവത സരസ്വ എന്ന് പറഞ്ഞു, അത് നിത്യ എന്ന് പറഞ്ഞു. വർണ്ണം നിത്യാണ്. അക്ഷരം എന്ന് പറയുന്നത് നക്ഷരതി അക്ഷരം, നിത്യായിലെ സാധനം എന്ന് പറഞ്ഞു. ആ സാധനം വേണ്ടുന്ന മധ്യമ, വൈഖരി, ഇങ്ങനെയുള്ള കുറെ തരത്തിലുള്ള സ്ഥലങ്ങളുണ്ടെന്നും അതിൽ നാഭി എന്ന് പറയുന്ന എല്ലാവർക്കും സമാനം എന്ന് പറയുന്ന എല്ലാം കൂടി കൂടിച്ചേരുന്ന സമാന പ്രാണനിൽ നിന്ന് പുറപ്പെടുന്ന ഈ അക്ഷരം ഇത്ര മേലേക്ക് വന്നിട്ട് ഹൃദയം വഴി എന്താക്കി, നാഭി എന്ന് ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വ്യാഖ്യാനിക്കാം. ഇവിടുന്നല്ല സംവേദന നാടികളിലും വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയുന്നില്ല. ശബ്ദം പുറപ്പെടുന്നുണ്ടായിരുന്നു ഏടുന്നതിനാണ് നമ്മൾ കത്തൽ ആലോചിക്കുന്നത് അതിനെ കുറിച്ചിട്ട്. അത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ആ പറഞ്ഞത് എങ്ങനെയാണ് ഇവിടുന്ന് പുറപ്പെട്ട് ഹൃദയത്തിലെത്തി, ഹൃദയത്തെന്തായി നമുക്കത് പറയണം അർത്ഥബോധത്തോടു കൂടിയിട്ട്, അല്ലെ? ആ അർത്ഥം അനുസാവധി, അർത്ഥം നമ്മൾ അതിന്റെ കൂടെ തന്നെ വരണ്ടേ. ആ വാക്കിന്റെ കൂടെ തന്നെ എന്ത് വരണം, അർത്ഥം കൂടി വന്നിട്ട് അത് നമ്മളെ നാവിന്റെ മേലെ നിന്ന് പുറത്തേക്ക് എത്തണമെങ്കിൽ എത്ര ദൈവികമായ കാര്യങ്ങളിൽ നടക്കണം, എത്ര ആധാരങ്ങളിലെ കൂടെ ടച്ച് ചെയ്ത് അത് വിശുദ്ധി എന്ന് പറയുന്നത് കഥ വിശുദ്ധിയായ ചക്രത്തിലെ കൂടെ എവിടെത്തണം കണ്ടെത്തുന്ന അത് പുറപ്പെട്ടിട്ട് എവിടെത്തണം, അത് താലു തട്ടണം, മൂർധല തട്ടണം. ഓരോ ദിക്ക് തട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് ഇതിലെ കൂടെ പുറത്തേക്ക് ഈ വർണ്ണം ദൈവികമായ ഈ വർണ്ണം ദൈവികം തന്നെയാണ്. നിത്യമായിട്ട് ദൈവികമായിട്ടുള്ള ഈ വർണ്ണം പുറപ്പെടുവിക്കാൻ ആർക്കേ ശക്തിയുള്ളൂ? മനുഷ്യനും അത്ര ശക്തി ഒരാർക്കാവില്ല. വർത്തമാനം പറയാൻ ആർക്കാവുന്നില്ല. തത്തേക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു കൊടുത്ത ശബ്ദം അനുകരിക്കുന്നല്ലാണ്ട് എന്താവുന്നില്ല, വ്യക്തമല്ല. നമ്മൾ ഊഹിക്കണം, നമ്മൾ പേര് വിളിക്കുന്നുണ്ട് പറഞ്ഞു അത്രേ കേട്ടു. അതിന് ഇതുപോലെ ഇങ്ങനെ വർണ്ണത്തോട്, അതായത് അങ്ങനെ എന്താവുന്നില്ല, വരിച്ചിട്ട് പറയാനാവില്ല. നമ്മളത് വരിച്ചിട്ട് അതിന് വർണ്ണം എന്ന് പേര് വന്നു, നമ്മളതിനെ വരിക്കുന്നു അല്ലെ, നമ്മളെ സ്വയം വരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്താണ് കാക്കേന അല്ലെ, കാക്കാന്ന് പേര് ഇട്ടത് അത് കാക്കാന്ന് കരയുന്നതുകൊണ്ടാണോ, അല്ല കാക്കാന്ന് കരയുന്നതുകൊണ്ട് അതിന് കാക്കാന്ന് പേര് ഇട്ടതാണോ? ആ സംശയം നമുക്ക് ഇപ്പോഴും തീർന്നില്ല. കാക്കാന്ന് പേരെന്ത് തോന്നുന്നു ഇല്ലേ? ഗോകുൽ അതിനൊരു പികാ എന്ന് പേരുണ്ട്. അത് പികാ എന്ന് ശബ്ദിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിന് പികന്ന് പേര് വന്നു. അത് ശബ്ദിക്കുന്നതുകൊണ്ട് പേര് വന്നതാണോ അല്ല പേരിട്ടുകൊണ്ട് ശബ്ദിച്ചതാണോ നമുക്ക് അതൊന്നും അറിയില്ല ഇപ്പം. അപ്പോ അത്തരത്തില് ഗർജനത്തിന് പേരില്ലേ, സിംഹത്തിന്റെ നാദത്തിന് സിംഹത്തിന്റെ ഗർജനം എന്ന് പറയും. അപ്പോ കുതിരേണ്ടത് അത് ഹ്രേഷിതം എന്ന് പറഞ്ഞാൽ എന്റെ ശബ്ദമാണ്, കുതിരേന്റെ ശബ്ദത്തിനാണ്. പിക ശബ്ദം എന്റേതാണ്, ഈ നമ്മളെ കുയിലിന്റെ ശബ്ദത്തിന് പികാന്ത അല്ലെ. അപ്പോ ഷഡ്ജം എന്ന് പറയുന്ന വികാരം ഏതാ ഉണ്ടാക്കുന്നതാണ് മയൂരത്തിന്റെ നാദത്തിലാണ് നമ്മൾ ഷഡ്ജം എന്ന് പറയുന്നത്. അപ്പോ ഈ മറ്റേ ആന ശബ്ദിക്കുന്നതിനാണ് ബ്രഹ്മിതം കരികർത്ത, ബ്രഹ്മിതം എന്ന് പറയും. ആ കരി അതായത് ആന ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളതിനെല്ലാം ഓരോ തരത്തിൽ എന്നിട്ട് എരുമക്കുണ്ട്, ഋഷഭത്തിനുണ്ട് ഇല്ലെ, ഋഷഭം ഗാന്ധാരം, അങ്ങനെ കുറെ അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ സംഗീതത്തിന് വരുന്നില്ല, ഋഷഭം ഗാന്ധാരം ഷഡ്ജം മധ്യമം എന്നൊക്കെ പറഞ്ഞില്ല. വസന്തകാല സംപ്രാപ്തി പൂജതി പഞ്ചമം അല്ലെ, പഞ്ചമം തേടും കുയിലിൽ സിനിമയിൽ പാടണില്ലേ. അപ്പൊ അത്തരത്തിലുള്ള ശബ്ദങ്ങൾക്ക് നമ്മൾ ഇതിൽ പേരിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതൊന്നും വ്യക്തമല്ല. വ്യക്തമായിട്ട് നമുക്ക് വർണ്ണത്തോട് അതെല്ലാം ശബ്ദങ്ങൾ മാത്രമാണ്, വ്യക്തമായിട്ട് പറയാൻ ആയിരിക്കാൻ പറ്റുന്നില്ലോ. അതാണ് ആടെ ദൈവാധീനം നമുക്കുള്ളത്. ആ ദൈവത്തിന്റെ അംശം, ആ ദേവതയുടെ അംശം ഉണ്ട് എല്ലാ അക്ഷരങ്ങളിലും. സരസ്വതി ദേവി അതിൽ കുടികൊള്ളുന്നുണ്ട് അർത്ഥം. ഇനി ഈ വർണ്ണത്തിന്റെ ദേവതകൾ വ്യാസശിക്ഷയിൽ പറയുന്ന ദേവതകൾ അത് എന്താ നോട്ട് ചെയ്യാം. വ്യാസശിക്ഷയിലെ 5 ദേവതകളാ പറയുന്നത്. വായു, അഗ്നി, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ. വായു, അഗ്നി, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ. അതില് വായുദേവതകളായിട്ടുള്ള വർണ്ണങ്ങള് ആ, എ, ക, ച, ട, ത, പ, യ, ഷ. ഈ വർണ്ണങ്ങളെല്ലാം എന്താണ്? വായുദേവതകളാണ്. അഗ്നിദേവതകളായിട്ടുള്ളതാണ് ഈ, ഐ, ഖ, ഛ, ഠ, ഥ, ഫ, ര, സ. അത് കഴിഞ്ഞ് എന്തായി? അതൊക്കെ എന്താണ്? അഗ്നിദേവതകളാണ്. ഭൂദേവതകളായിട്ടുള്ളത് ഉ, ഓ, ഗ, ജ, ഡ, ബ, ദ, ല, ഹ.
ഈ ശബ്ദങ്ങളെല്ലാം എന്താണ് ഭൂമി ദേവതകളായിട്ടുള്ള വർണ്ണങ്ങൾ. അതുപോലെ ചന്ദ്രൻ ദേവതയായിട്ടുള്ള വർണ്ണങ്ങൾ. ചന്ദ്രൻ ദേവതയായിട്ടുള്ള വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് ഹിന്ദുദേവതാക വർണ്ണം ഋ ഋ ഔ ഘ ഛ ഢ ഷ ഭ വ ല. ഇതൊക്കെ എന്താണ് ചന്ദ്രൻ ദേവതകളായിട്ടാണ്. ഇനി എന്താണ് സൂര്യദേവതയായിട്ടുള്ള വർണ്ണം ഋ ആ യു ഋ ഋ ങ ഞ ണ ന മ ഷ ശ. ഇത്രയും വർണ്ണങ്ങൾ എന്താണ് അർക്കദേവത സൂര്യൻ ദേവതയായിട്ടുള്ള വർണ്ണങ്ങളാണ്. ഈ വേദത്തിലൊക്കെ വർണ്ണക്രമം കൊണ്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് പറയണം. ഇകാരം അഗ്നിദേവതാക അത് പറയണം. ഈ അതും അഗ്നിദേവതയാണ്. അപ്പോ ഒന്നും കൂടി പറയാം. വായുദേവതാകളായിട്ടുള്ള വർണ്ണങ്ങള് അകാരം ആ ആ ഏ ക ച ട ത പ യ ഷ. ഇത്ര വർണ്ണങ്ങള് വായുദേവത. അഗ്നിദേവതാകം ഈ ഐ ഖ ഛ ഠ ത ഭ ര സ. ഇതൊക്കെ എന്താണ് അഗ്നിദേവതകളായിട്ട് വർണ്ണങ്ങൾ. ഇനി ഭൂമി ദേവതയായിട്ട് ഉ ഊ ഓ ഗ ജ ഡ ദ വ ല ഹ. ഈ വർണ്ണങ്ങളെല്ലാം എന്താണ് ഭൂമി ദേവതകൾ. അതുപോലെ ചന്ദ്രൻ ദേവതയായിട്ട് ഋ ഋ ഓ ധ ഝ ഢ ട ഠ ഡ ഢ. നാലാമത്തെ വർഗത്തിലെ നാലാമത്താണ്. ക ഖ ഗ ഗ ധ പ ച ഛ ജ ഝ ട ഠ ഡ ഢ ഷ പ ഫ ബ ഭ വ ല. ഈ വർണ്ണങ്ങളൊക്കെ ഇതിൽപ്പെടും ഹിന്ദുദേവതാകത്തിൽപ്പെടും. അതുപോലെ തന്നെ സൂര്യൻ ദേവതയെല്ലാം ഋ അനുനാസികങ്ങൾ ഋ ങ ഞ ണ ന മ. പിന്നെ സംയുക്ത അക്ഷരത്തിലുള്ള ക്ഷ ശ. ഈ വർണ്ണങ്ങളെല്ലാം എന്താണ് സൂര്യദേവതാക്കളായിട്ട് വർണ്ണങ്ങളാണ്. ഇത്രയും എന്തുണ്ട് 5 ദേവതകള് വായു അഗ്നി ഭൂമി ചന്ദ്രൻ സൂര്യൻ. ഇത്രയും ദേവതകളുണ്ട്. അനില അഗ്നി മഹീന്ദ്വർക്കാഹ പഞ്ചാനാന്തു അധിദേവതാഹ. ഇതില് വ്യാസശിക്ഷ സൂത്രത്തിൽ 489 സൂത്രം 490 2 സൂത്രങ്ങളിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇതിൽ തന്നെ വർണ്ണങ്ങൾ പറയുന്നു. വർണ്ണങ്ങളില് ബ്രഹ്മജാതിസ്തു ഭവേദുച്ഛ. ഇത് ഉച്ചൈഹി ഉദാത്ത. ഉദാത്ത അതായത് മേലോട്ടുള്ള വർണ്ണങ്ങളെല്ലാം എന്താണ് അഗ്നിമേള പുരോഹിത വേദം പഠിക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി. ഉദാത്ത ഏതാന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. ബ്രഹ്മജാതിത്തു ഭവേദ് ഉച്ഛ ക്ഷത്രജാതിസ്തു നീചക. അനുദാത്ത വർണ്ണങ്ങൾ ബ്രഹ്മജാതി ഭവേദ് ഉച്ഛ ക്ഷത്രജാതിസ്തു നീചക. നീചൈര അനുദാത്ത. വൈശ്യജാതിസ്തു സ്വരിതം. ഉച്ചമല്ല നീചമല്ല സമാഹാരമായിട്ടല്ല സ്വരിതം സ്വരഹ. പിന്നെയോ ശൂദ്രസ്തു പ്രജയസ്മൃത. ഇങ്ങനെയുള്ള വർണ്ണങ്ങൾ. അതായത് അത് ആ വർണ്ണം എന്താവുന്നില്ല തീരുന്നില്ല. വർണ്ണത്തിനോട് ചേരുമ്പോൾ അതുപോലെ നിൽക്കും. അത്തരത്തിലുള്ള ചില്ലക്ഷരങ്ങൾ എന്നെല്ലാം പറയില്ല നമ്മൾ. അത്തരത്തിലുള്ള വർണ്ണങ്ങൾക്കാകുന്ന ശൂദ്രസ്തു പ്രജയസ്മൃതാഹ ഇത്തരത്തിലുള്ള വർണ്ണങ്ങളല്ല. ബ്രഹ്മജാതി ഭവേദുച്ഛ ക്ഷത്രജാതിസ്തു നീചക ദൈത്യ വൈശ്യജാതിർ ഭവേത് സ്വാര ശൂദ്രസ്തു പ്രജയസ്മൃതാഹ. അത്തരത്തില് ഈ വർണ്ണങ്ങൾക്ക് എന്തുണ്ട് ചാതുർവർണ്ണത്തിലെ വർണ്ണങ്ങളും എന്തുണ്ട് ഇതിൽ പെടുത്തിയിട്ടുണ്ട് അർത്ഥം. അപ്പോ അത്തരത്തില് വർണ്ണങ്ങൾക്ക് ജാതികള്, വർണ്ണങ്ങൾക്ക് സ്ഥാനങ്ങള്, അതുപോലെ വർണ്ണങ്ങൾക്ക് എന്തെന്ന് ഈ പറഞ്ഞ പോലെ പ്രയത്നങ്ങള്, സ്ഥാനപ്രയത്നങ്ങള്, അതുപോലെ വർണ്ണത്തിന്റെ ഉച്ചാരണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ശിക്ഷ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ഈ ശിക്ഷകൾ തന്നെ കുറെ ശിക്ഷകൾ പറയുന്നുണ്ട്. എത്രയോ അധികം ശിക്ഷകളുണ്ട്. നോക്കട്ടെ, ഒറ്റ മിനിറ്റ്. ശിക്ഷകൾ ഇതാ. ഈ പണ്ട് നമ്മളെ ഹനുമാര് പഠിച്ചില്ലേ, നവവ്യാകരണം പഠിച്ചു എന്നെല്ലാം പറയുന്ന കേട്ടില്ല. അത്തരത്തിലുള്ള 9 പ്രകാരത്തിലുള്ള ശിക്ഷകള്. ആ ശിക്ഷകള് പ്രഥമ വ്യാസശിക്ഷ, ദ്വിതീയ ലക്ഷ്മി ശിക്ഷ, രണ്ടാമത്തത് ലക്ഷ്മി ശിക്ഷ ദ്വിതീയ, ഭരദ്വാജ ശിക്ഷ തൃതീയ, ഭരദ്വാജീ ച
ശിക്ഷാരണ്യ തുരീയക, നാലാമത്തെ ശിക്ഷ ശിക്ഷ അരണ്യ എന്ന് പറയുന്നത്. പഞ്ചമീതു ശംഭുശിക്ഷ, ഷഷ്ഠി ച ആഭിശലി യഥാ, ആഭിശലി ശിക്ഷ. സപ്തമി പാണിനി ശിക്ഷ, പാണിനി ശിക്ഷ എന്ന് പറയുന്നത് ഏഴാമത്തെ. അഷ്ടമി കൗഹലി തഥാ, കൗഹലി ശിക്ഷ. വാസിഷ്ഠി നവമോ ചൈവ, വാസിഷ്ഠി എന്ന് പറയുന്നത് വസിഷ്ഠ ശിക്ഷ ഒമ്പതാമത്തത്. നവശിക്ഷ പ്രകീർത്തിത, 9 ശിക്ഷകളില് 9 ശിക്ഷകളാണ് ഈ പറയുന്ന ശിക്ഷകളല്ല. ഇതിലെല്ലാ ശിക്ഷകളൊന്നും കിട്ടാനില്ല. വ്യാസശിക്ഷ കിട്ടാനുണ്ട്. വ്യാസശിക്ഷ, ലക്ഷ്മി ശിക്ഷ ഇല്ല. ഭാരദ്വാജ ശിക്ഷയുണ്ട്. ശിക്ഷാരണ്യ കേട്ടില്ല. പഞ്ചമി ശംഭു ശിക്ഷ കേട്ടില്ല, പേര് കേട്ടതില്ല, അത് കിട്ടില്ല. അതുപോലെ ആഭിശലി ശിക്ഷ, ആഭിശലി വ്യാകരണം എന്നിട്ടുണ്ട്, ഭാഷ്യത്തിൽ ഇഷ്ടം പോലെ പറയുന്നു. സപ്തമി പാണിനി ശിക്ഷ ഫേമസ്. അഷ്ടമി കൗഹലി ഫേമസ് അല്ല. വാസിഷ്ഠ ശിക്ഷ ഫേമസ്. ഇത്രയധികം കാര്യങ്ങൾ 9 തരത്തിലുള്ള ശിക്ഷകള് എന്നിട്ട് ഒട്ടാകെ ഈ വർണ്ണത്തിനെ എങ്ങനെയൊക്കെ ഉച്ചരിക്കണം, ഏത് തരത്തിലൊക്കെ പറയണം, ഏത് തരത്തിലൊക്കെ എഴുതണം, ഏത് തരത്തിലൊക്കെ ഇത്. അതായത് നമ്മൾ സ്ക്രിപ്റ്റ് പറയുന്നത് എന്താണ്, ദേവനാഗരി എന്ന് പറയുന്ന സ്ക്രിപ്റ്റാണ് നമ്മളെ ഇപ്പൊ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ്. അത് ശിക്ഷകളിൽ അങ്ങനെ എന്താണ് ഇന്ന തരത്തിൽ എഴുതണമെന്ന് പറയുന്നില്ല, അതെല്ലാം നമ്മളെ കാലാകാലത്ത് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ മലയാള ലിപി ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞത് സംസ്കൃതത്തിൽ ഇങ്ങനെ എഴുതണം, ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതണം. അതിന് നേരെ അതിനെ തിരിച്ചു പിടിച്ചാൽ എന്തായി, നമ്മളെ മലയാളത്തിലുള്ള ആയി. അതിനെ തന്നെ തമിഴിലാകുമ്പോൾ അതിന് ചെറുച്ച് ഉള്ളേ കൂട്ടാതെ തമിഴായി. അതുപോലെ തന്നെ അത് മോതിരവള്ളി പോലെയൊക്കെ അത് കർണാടകം തെലുങ്കെല്ലായിട്ട് മാറും. അങ്ങനെ ഓരോ തരത്തിൽ എന്തുണ്ട്, ഈ വർണ്ണങ്ങള് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എന്താക്കിയിട്ടുണ്ട്, ഇതിന് എഴുതാനും അതുപോലെ തന്നെ വായിക്കാനും അതുപോലെ തന്നെ ഉച്ചരിക്കാനും ഇന്നെന്ന വർണ്ണങ്ങൾ ഇന്നതുപോലെ ഉച്ചരിക്കണമെന്ന് ശിക്ഷാം വ്യാഖ്യാസ്യാമ. എങ്ങനെ, വർണ്ണസ്വരഹ, വർണ്ണം, മാത്ര ബലം, മാത്ര വർണ്ണം, മാത്ര സാമസന്താന ഇത്യുക്ത ശിക്ഷ. അത്രയേ ഉള്ളൂ. വർണ്ണം, സ്വരം, മാത്ര. വർണ്ണസ്വരഹ, അതിന്റെ എന്താണ്, മാത്ര എന്ന ബലം. ഏകമാത്രികം ഹ്രസ്വം, ദ്വിമാത്രികം ദീർഘം, ത്രിമാത്രികം ബഹുമാത്രികം നിന്ന് പ്ലുതം. ഇപ്പൊ ഹ്രസ്വം, ദീർഘം, പ്ലുതം ഞാൻ ആദ്യം പറഞ്ഞു. ഉദാത്തം, അനുദാത്തം, സ്വരിതം ഇല്ലേ, ഉച്ചൈരുദാത്ത, നീചൈരനുദാത്ത, ഹ്രസ്വ, ഉദാത്ത, അനുനാസികം 18 പ്രകാരത്തിൽ എങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ. ഒരു വർണ്ണത്തിന് 18 പ്രകാരത്തില് ഉദാത്തം, അനുദാത്തം, സ്വരിതം, അനുനാസികം, അനുനാസികം, ഇത്രയും ഭേദങ്ങളിൽ എങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഹ്രസ്വ, ഉദാത്ത, അനുനാസികം, ഹ്രസ്വ, അനുദാത്ത, അനുനാസികം, ഇത്തരത്തിലൊക്കെ നിങ്ങൾ എന്ത് വേണം, എഴുതണമെന്നും പഠിക്കണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളിലുണ്ട്. വർണ്ണത്തിന്റെ കാര്യത്തില് എൻ്റെ അറിവിൽപ്പെട്ടെടുത്തോളം അത്രല്ലേ പറയാനാവും. എൻ്റെ അറിവിൽപ്പെടുത്തിടത്തോളം ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്തു, വർണ്ണത്തിന്റെ ഉത്പത്തി മുതല് സ്ഥാനങ്ങൾ മുതല് അതിന്റെ എല്ലാ കാര്യങ്ങളും എന്തായി, ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണ് പുറപ്പെടുവിക്കേണ്ടത്, എങ്ങനെയൊക്കെ തരത്തിൽ അത് പഠിക്കേണ്ടത്, ഇതിന്റെ സ്ഥാനങ്ങൾ എന്താണ്, പ്രയത്നങ്ങൾ എന്താണ്. ഇന്ന് വിശേഷമായിട്ട് പറഞ്ഞത് എന്താ, ഇതിന്റെ സ്ഥാനപ്രയത്നം, ബാഹ്യപ്രയത്നവും ആഭ്യന്തര പ്രയത്നവും, ഇതിന്റെ ദേവതകൾ, ഭൂമി, അഗ്നി, അത് വായു, അഗ്നി, അതുപോലെ തന്നെ ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ഇത്തരത്തിലുള്ള വർണ്ണങ്ങളോട് കൂടിയിട്ട് അകജടതപയാവർഗാഹ വേറെ വരുന്നുണ്ട്. അതിന് ഗ്രഹങ്ങളെ കൂടെ ആധിപത്യം പറയുന്നുണ്ട്. അത് മറ്റേ പ്രശ്നമാർഗത്തില് പ്രശ്നവർണ്ണത്തിന്റെ ഗ്രഹം കണ്ടുപിടിക്കാൻ അതിന്റെ വർണ്ണത്തിന്റെ ലക്ഷ്യം കണ്ടുപിടിക്കുന്ന ഒരു കണിയാണ്. ആ ഭാഗത്തായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇതായിട്ട് ശിക്ഷയായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോ അത്തരത്തില് ദേവത, അതിന്റെ തന്നെ ബ്രാഹ്മണ ജാതി, ക്ഷത്രിയ, ബ്രാഹ്മണ വർണ്ണം, ക്ഷത്രിയ വർണ്ണം, വൈശ്യവർണ്ണം, ശൂദ്രവർണ്ണം, ഇത്രയും വർണ്ണത്തോടു കൂടിയിട്ടുള്ള ഈ അക്ഷര ബ്രഹ്മം എന്ന് പറയുന്ന സാധനം. അക്ഷര, അതാണ് അക്ഷരത്തിന് എന്ന് പറയുന്നത്. എന്താ നമുക്കിപ്പോ എന്താണ്, ഇതെല്ലാം എന്താ നമുക്ക് വ്യക്തമാണ്. പക്ഷെ ഇതെങ്ങനെയാന്ന് കാണുന്നുണ്ടാ, ഇല്ല. അപ്പോ അചിന്ത്യ അവ്യക്തരൂപായ നിർഗുണായ ഗുണാത്മനെ സമസ്ത ജഗതാധാരം എന്ന് സൂര്യസിദ്ധാന്തത്തിൽ പറഞ്ഞ പോലെയാണ്. എന്താണ് വ്യക്താണ്, എന്താണ് അവ്യക്തമാണ്, അല്ലെ? അറിയുന്നില്ലേ എങ്ങനെ ഇത് എങ്ങനെ അറിയുന്നില്ല, ഇല്ല. അപ്പൊ ഒരു വർണ്ണത്തിന് ഇത് നമ്മൾ പറഞ്ഞു ഘടം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞ ഉദാഹരണം, ഘടം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സാധനം നമുക്ക് തോന്നിക്കാനുള്ള ശക്തി ആ വർണ്ണത്തിനുണ്ട്. അങ്ങനെ സാധനം തോന്നിക്കാനുള്ള ശക്തി എന്നുണ്ട്, അത് ആ വർണ്ണത്തിനുണ്ട്. ഈ വർണ്ണങ്ങളെല്ലാം കൂടിയാ ഉണ്ടാവും. ഈ വർണ്ണത്തിന്റെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു, ഈ വർണ്ണങ്ങളെ ഭാഗമെല്ലാം കഴിഞ്ഞു. ഇനി എന്തില്ല, ഇനി നമുക്ക് എന്തില്ല, ഇനി വർണ്ണത്തിനെ കുറിച്ച് ചർച്ചയില്ല. ഇനി ഈ ക്ലാസ്സുകളിൽ എന്തില്ല, ഇനി വർണ്ണത്തിനെ കുറിച്ച് എന്തില്ല, ചർച്ചയില്ല. വർണ്ണത്തിന്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ തീർത്തു വെച്ചു. എങ്ങനെ പുറപ്പെടുന്നത്, ഏതെല്ലാം തരത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ ഉറപ്പിക്കണം, ഏതൊക്കെ ദീർഘിപ്പിക്കണം, ഹ്രസ്വമാക്കണം, അതിനെ നമ്മൾ എങ്ങനെയൊക്കെ പറയണം, അതിന് ഇത്രയൊക്കെ വർണ്ണത്തിന്റെ ശക്തിയില്ലേ, ഭയങ്കര ശക്തിയുള്ള സാധനം അതെന്ന് പറഞ്ഞ ആ ശക്തിയെ കുറിച്ച് ഇനി അടുത്ത ബാക്കി വരാം.
അപ്പോ ഈ വർണ്ണം എന്ന് പറയുന്നത് ഈ വർണ്ണങ്ങളെല്ലാം കൂടി എന്തായി അനുസ്യൂതമായിട്ട് അല്ലെ വേണ്ടേ? ഘകാരോത്തര, അകാരോത്തര, ടകാരോത്തര, അകാരോത്തര വിസർഗം. ഘ ആ ട് ആ വിസർഗം, ഘ ട വിസർഗം, ഘടഹ അല്ല പതായി. ആ ഘടഹ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെ? ഒരു കുടം തോന്നുന്നില്ല. വാഴ, വകാരോത്തര, ആകാരോത്തര, ഴകാരോത്തര, അകാരം, വാഴ തോന്നില്ല? നിങ്ങളായിട്ട് ഇലയിലായിട്ട് കൊലയിലൊക്കെ വലിച്ചിട്ടോ കൊലക്കാം എന്ന് സാധി ആ വസ്തുവിന് ഓർമ്മ വരുന്നുണ്ടല്ലോ. ആ പദത്തിന് എന്തുണ്ട്? ഈ പദത്തിന് ഇന്നർത്ഥം ബോധിപ്പിക്കണം. ഇമം പദം ഇമമർത്ഥം ബോധയതു. ഇതം പദം ഇമമർത്ഥം ബോധയതു. ഈ പദം ഇന്ന അർത്ഥത്തിന് തോന്നിപ്പിക്കട്ടെ. ആര് നിശ്ചയിച്ചിട്ടുണ്ട്? അതിനാണ് ഈശ്വര സങ്കേതം ശക്തി എന്ന് പറയും. ആ ശക്തി ആര് കൊടുത്തതാണ്? ഞാൻ കൊടുത്തതല്ല, ഭഗവാൻ കൊടുത്തതാണ്. ഈ പദം കൊണ്ട് ഇന്ന അർത്ഥം ബോധിപ്പിക്കണം. ആണി എന്ന് പറഞ്ഞു ഇല്ലേ? അതിങ്ങനെ അടിച്ചിട്ട് അടിക്കുന്ന ഒരു സാധനമാണ് ആണി. ആണി, മുട്ടി. ഇപ്പൊ നമ്മൾ പറയുന്നത് അങ്ങനെ വെച്ചാൽ വണ്ടി എടുത്തു, അത് കുറച്ച് കഷ്ടം തന്നെയാണ് അല്ലെ? വണ്ടി എടുത്തു തലേ വെച്ചാൽ നടക്കുന്നതല്ല. അപ്പൊ നിങ്ങൾ ബോധിക്കണം, വണ്ടി എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ മേലെ കയറി ഇതിൽ ഓടിക്കുന്നതാണെന്നും അതിനാണ് വണ്ടി എടുക്കുക. പാത്രം എടുത്തു എന്ന് പറയുന്ന പോലെ വണ്ടി എടുത്തു പറയുന്നത് ഇല്ലേ? നമുക്കെന്നെ അറിയില്ല. ഒരു പാത്രം കയ്യിൽ എടുത്തു പറഞ്ഞാൽ പാത്രം നമ്മൾ കയ്യിൽ എടുക്കുന്നതന്നെ ഉണ്ട്. വണ്ടി എടുത്തു നമ്മൾ വണ്ടി എടുക്കുന്നില്ല ഇല്ല. അവിടെ വ്യവഹാരത്തിൽ എടുക്കലും അല്ലെ? വണ്ടി നമ്മളെ എടുക്കുന്നു, പക്ഷെ നമ്മൾ എന്ത് പറയുന്നു? വണ്ടി നമ്മൾ എടുക്കുന്നു എന്ന് പറയുന്നു. അത്ര വ്യത്യാസമുണ്ട്. അപ്പൊ ചിലതിലെന്തുണ്ട്? വ്യാവഹാരിക അർത്ഥം മനസ്സിലാക്കും, ചിലതെന്തുണ്ട്? പാരമാർത്ഥികാര് മനസ്സിലാക്കും. അതിനുള്ള വിഭാഗങ്ങളല്ലോ. അപ്പോ വർണ്ണങ്ങൾ കൂടിയാല് വർണ്ണങ്ങളുടെ സമുദായം അത് ഉദ്ദേശിച്ച പോലെ ദൈവം വെച്ച പോലെ വെക്കണം. ഞാനൊന്നും വെച്ചാൽ ഒരു കാര്യമില്ല. ഞാനോ നിങ്ങളോ ഒരു പദാക്കിയാലൊന്നും എന്താവില്ല, അത് ആരോ ഏൽക്കില്ല ഇല്ലേ? നമ്മളൊരു പദം ഉണ്ടാക്കി. ആ പദം അളിജൻ എന്നൊരു പദം ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അളിയന്റെ അനുജൻ ഒരു പദം. പുസ്തകത്തിലൊന്നുമില്ല, ഡിക്ഷനിലൊന്നുമില്ല, ഞാൻ നോക്കി മുഴുവൻ. അളിയന്റെ അനുജൻ എന്ന് പറയും. അളിജൻ എന്നൊരു പദം നമ്മൾ ആ പദം ഓടുക. ആ പദത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. ഇവിടെ ആര് കേൾക്കുന്നത്? ഞാനൊരു പദം ഉണ്ടാക്കി, ആ പദം എല്ലാവരും അളിജൻ, അളിയൻ അനിയൻ അളിജൻ എന്ന് വിളിക്കില്ല. ആ പദം ഒന്നും വണ്ടി ഓടൂല. അത് പയറ് എന്ന് പറയണം. അതിന് പകരം നമ്മൾ വേറൊരു ഇറഫ എന്ന് പറഞ്ഞ ഒരു പദമാക്കിയാൽ ശരിയാവില്ല. നമ്മളതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഉണ്ടാക്കാനാവില്ല. അപ്പൊ അതാണ് ഈശ്വരന്റെ നിശ്ചയം എന്ന് പറയുന്നത്. നമ്മളൊരു പദം ഉണ്ടാക്കിയാറോ അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പൊ പുതിയ അടിപൊളി ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ആ കാലത്ത് ഉണ്ടാകുന്നത് അല്ലെ? വിട്ടിയായി ശശിയായി ഇതൊക്കെ പറഞ്ഞ കുറെ പദങ്ങൾ ഇടയ്ക്കുണ്ടായി. പിന്നെ ആ പദം ചത്തുപോയി. അപ്പൊ ഒന്നും എന്താവുന്നില്ല, അതിന് പകരം ഉപയോഗിക്കുന്നില്ല. അത് ജനങ്ങൾ കുറെ പദങ്ങൾ ഉണ്ടാക്കി നോക്കുന്നത് ആ കാലത്ത് സിനിമ കണ്ടിട്ടോ ഡയലോഗ് വെച്ചിട്ടോ പലതും പറഞ്ഞു നോക്കണ്ട. അതൊന്നും അതല്ല. അതിന് ആ പദം തന്നെ വേണം, എന്നാലേ എന്താവുന്നില്ലോ രസമില്ല. അപ്പോ ദൈവത്തിന് ദൈവം വിചാരിച്ചിട്ട് ഉണ്ടാക്കേണ്ട പദങ്ങൾ, അതാണ് ഈശ്വരേച്ഛാശക്തി എന്ന് പറയുന്നത്. അങ്ങനെ വർണ്ണത്തിന്റെ അനുസ്യൂതമായിട്ടുള്ള എന്തുണ്ട്? അങ്ങനെ ഉണ്ടാക്കിയ ആ വർണ്ണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഒരു പദത്തിൽ എന്തുണ്ട്? ഈശ്വരന്റെ ഇച്ഛ, ആ ശക്തി അതിനുണ്ടെന്നുണ്ട്. അത് ശക്തിഗ്രഹം. എന്താ പറയും? ആ ശക്തിയെ ഗ്രഹിക്കാൻ കുറെ വഴികൾ തന്നിട്ടുണ്ട്. ആ ശക്തിയെ ഗ്രഹിക്കാൻ നോക്കുന്നുണ്ട്. ദൈവം കുറെ വ്യാകരണം കൊണ്ട് ഗ്രഹിക്കാം. വ്യാകരണം കൊണ്ട് ഗ്രഹിക്കാം. ഇന്ന പദത്തിന് ഇന്ന അർത്ഥാണ്. രാമക്രീഡായ ധാതു ഉണ്ട്. ആരമുക്രീഡായ എന്നുള്ള ധാതു രാമൻ എന്നുള്ള പദം ഉണ്ടായി അല്ലെ? നമ്മളിപ്പോ കമ്മാരൻ എന്ന് പേരിട്ടു. ഗുലാല് കമ്മാരൻ, പശവൻ, കമ്മാരൻ, അതൊക്കെ രുദ്രത്തിലുള്ള പദ, വേദത്തിലുള്ള പദ. നമ്മൾ ആ പദം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളതിനെ ഉപയോഗിക്കുന്ന മാത്രമേ ഉള്ളൂ. വിളിക്കുന്നില്ല. പശവ എന്ന് വിളിക്കുന്നത് നമ്മള്. ശേഷം അത് വേദത്തിലുള്ള പദ. അപ്പോ അപ്പോ അത്തരത്തിലുള്ള പേരുകൾ ഇടുന്നത് ഇതൊക്കെ വേദത്തിലുള്ളതാണ്. ഷഷ്പൻ നമ്മൾ ചർപ്പം എന്ന് വിളിക്കുന്നില്ല. ഷഷ്പം ബാലതൃണം, അതായത് ഇളം പുല്ലിനാണ് ഷഷ്പൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഷപ്പൻ എന്ന് വിളിക്കുകയാണ്. ചപ്പന വേദത്തിലെ പദങ്ങൾ ശരിയാക്കി ഉപയോഗിക്കുക. അപ്പൊ അത് നമ്മള് പല പദങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അറിയാൻ പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പദങ്ങൾ അക്ഷരങ്ങൾ നമ്മൾ എന്താക്കുന്നുണ്ട്? നമ്മൾ എന്താക്കുന്നുണ്ട്? പദാക്കില്
ആ പദങ്ങള് വേറൊരു പദത്തോട് എന്താണ് അതിന് രൂപം ഒരു ഒരു റൂട്ട് വേണം. അങ്ങനെ രാസവിലാസം മനോരമം പ്രകൃതി പ്രത്യേക ഇനി ഒരു പ്രകൃതി ഒരു പ്രത്യേകം കൂടി എന്തായി വ്യാകരണ ശാസ്ത്രമായി രാമ അല്ലേ, രാമ 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 എന്ന് എഴുതുക. മൂന്നെണ്ണം എഴുതി എന്തായി രാമ 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 എന്നായി. രാമ എഴുതി എന്തായി രാമൻ, രാമവും രണ്ട് രാമന്മാർ, മൂന്ന് രാമന്മാരായില്ലേ, മൂന്നെണ്ണായി. അപ്പൊ എന്തായി രാമന് 7 പ്രകാരമുള്ളൂ. 7 രാമ 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 എന്ത് ചെയ്യാം, ഈ രാമകൂട്ടം എന്ത് ചെയ്യാം, രാമനെ അല്ലേ, രാമൻ രാമേ രാമൻ രാമനെ രാമനാൽ ഇല്ലേ, രാമ ആളുടെ കൂടുന്നില്ലേ, പിന്നെ ആയിക്കൊണ്ട് രാമനുണ്ട്, പിന്നെ രാമനിന്റെ നിന്ന് രാമനേക്കാൾ, രാമന് ഷഷ്ടി, രാമനിൽ സപ്തമി. മലയാളത്തിൽ കർമ്മനിർദ്ദേശ സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശിക്ക പ്രയോജനം ഹേതുക്കൂടെ സംബന്ധിക്കാതെ ഏട്ടാ കോള് കട്ടാവുന്നവർ തോന്നുന്നു, അറിയില്ല. അല്ല എനിക്ക് മാത്രമാണോ അറിയില്ല. ഹലോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ശരിയായ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മൊബൈലിലേക്ക് മാറാം. എളുപ്പം കഴിഞ്ഞു മൊബൈലിലേക്ക് എടുക്കാം. അതിലാരും ആക്ഷേപം പറയുന്നില്ല. മൊബൈലിലേക്ക് എടുക്കാം. ശരിയല്ലേ, ഇപ്പൊ കേൾക്കുന്നില്ലേ? മൊബൈലിലേക്ക് മാറി. ഇത്രയധികം വർണ്ണങ്ങള് എന്തായി ഒരു ഈ രാമ 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 എന്നിങ്ങനെ നിങ്ങൾ 21 തവണ എഴുതുക. 7 3 21. എന്നിട്ടോ രാമ രാമൗ രാമാഹ രാമം രാമൗ രാമാൻ അം ഔ ആൻ ഏന ഏണാഭ്യാം രാമനാം ഏണാണ് ഏണാഭ്യാം ഐഹി ആഭ്യാം ഭ്യഃ ആയാഭ്യാം ഭ്യഃ ആഭ്യാം ഭ്യഃ സ്യായോഹോ നാം ഏയോഹോ ഷു. അത്രയേ ഉള്ളൂ. ഈ ഭാഗത്തിന് പ്രത്യയം എന്ന് പറയും. രാമ എന്നുള്ളത് പ്രകൃതി, രാമ അതിന് പ്രത്യയം എന്ന് പറയും. രാമ എന്നുള്ളത് പ്രകൃതി, രാമേണ ഏണ പ്രത്യയം എന്ന് പറയും. രാമ എന്നുള്ളത് പ്രകൃതി, സ്യ രാമസ്യ അതിന് പ്രത്യയം എന്ന് പറയും. പ്രകൃതി പ്രത്യയം, ഈ ഒരു പ്രകൃതിയും ഒരു പ്രത്യയം കൂടി എന്താവുള്ളൂ, ഒരു പദാവുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സുപ്തിഗന്ധം പദം. ഒരുവേ എന്താവണം, സുപ്പാവണം അല്ലെങ്കിൽ തിങ്ങാവണം. സുബന്ധം തിഗന്ധം ച പദസംജംസ്യ. ഒരു പദാവണമെങ്കിൽ എന്ത് വേണം, അത് സുബന്ധോ തിങ്ങന്തോ ആവണം. അപ്പൊ അതിനെ സുപ്പ് വെച്ചാൽ ലോപിപ്പിക്കും. അത്രയേ ഉള്ളൂ. എല്ലാവരും ഒരു സു കൊടുത്തിട്ടുണ്ടാവും, അതിനെ കളയും. ച അപി തൂ ഇനൊക്കെ വിഭജിച്ച് അതിനൊക്കെ എന്തുണ്ട് സുബന്ധായിട്ടാ വെക്കുന്നത്. എല്ലാവരും എന്ത് വേണം, ഒന്നിനേക്കാൾ അത് സുബന്ധാവണം, ഇല്ലെങ്കിൽ ഭവതി ഇതിനൊക്കെ എന്തുണ്ട് പ്രത്യയങ്ങളുണ്ട്. ഈ പ്രത്യയങ്ങളുടെ പേര് സുബന്ധ പ്രത്യയങ്ങൾ. അതായത് സൂപ്പ് പറഞ്ഞാൽ സൂ വെറുപ്പ് വരെ സു ഔജസ് പ്രഥമ അമ്മൗഷസ് ദ്വിതീയ. ഇതെല്ലാം പിന്നെ വെറുതെ സമയം കളയാതെ, ഇത് വെറുതെ ആദ്യം പുതിയ പഠിക്കുന്ന എളുപ്പമല്ല വിദ്യ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, തൽക്കാലം നിർത്താം, സമയം കളയാണ്ടിരിക്കുന്ന നല്ലത്. അപ്പൊ അതുപോലെ തന്നെ ഭവതി ഭവതഃ ഭവന്തി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, സംസ്കൃത ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും കുറേശ്ശെ. ഭവതി ഭവതഃ തീ തഹ എന്തി സി സ മീ വഹ മഹ അല്ലെ. ഇത്രയും ആ പരസ്യപതിയില് ആത്മനപതിയില് ഏതേ ഏതേത്തെ ഏതന്തെ ഏതസേ ധേ ഏതധ്വേ ഏതേ ഏതാവേ ഏത. അങ്ങനെ അതിൽ ആത്മനപതി പരസ്യം 2 പ്രകാരത്തിൽ വരും. അപ്പോ അങ്ങനെ വരുന്ന പ്രകൃതിയും പ്രത്യയവും കൂടിയാൽ എന്തായി, ഇങ്ങനെ വ്യാകരണം കൊണ്ട് ശക്തിഗ്രഹം ഉണ്ടാവും അല്ലെ. വന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന ഉപമാനം കൊണ്ട് ശക്തിഗ്രഹം ഉണ്ടാവും. അതുപോലെയാണ് ഇത് പറഞ്ഞു കൊടുത്താൽ മതി. അതുപോലെയാണ് ഇത് എന്ന് പറഞ്ഞു കൊടുത്താൽ ശക്തിഗ്രഹം ഉണ്ടാവും. പിന്നെയോ
അമരകോശം പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം അമര ഗണപതി വിനായകോ വിഘ്നരാജ ദൈവാതുരഗണാധിപ അപ്യേകദന്ത ഹേരംബ ലംബോദര ഗജ ഗണപതിയുടെ പര്യായ. അതുപോലെ തന്നെ അമരാ നിർജ്ജര ദേവാ ത്രിദശ വിബുധാസുര അമരകോശം നിന്നുണ്ടാവും ശക്തിഗ്രഹം ഉണ്ടാവും. ആ പദം ഇതിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. അമരകോശം ഉണ്ടാവും. ശക്തിഗ്രഹം വ്യാകരണ ഉപമാന കോശ ആപ്തവാക്യ. പണ്ടേ വെറ്റിലിങ് എടുക്കും ഇനി എന്ത് വെറ്റില നാലോട്ട് എടുപ്പിച്ചാൽ ഇതാണ് വെറ്റില പറഞ്ഞാൽ അത് വെറ്റിലാൻ ധരിച്ചേക്കണം. അതെ, അതിന് ആപ്തവാക്യം എന്ന് പറയും. ആപ്തവാക്യം ശബ്ദ ആപ്തസ്യ യഥാർത്ഥ. വേദത്തിലൊക്കെ പറയുന്നത് എന്താണ്? ആപ്തൻ പറഞ്ഞിട്ടുള്ളതാണ്. അയാള് വിശ്വസിക്കാം. ആ പറഞ്ഞത് എന്ത് ചെയ്യാന്ന് വിശ്വസ്തന്മാർ പറഞ്ഞാൽ ആപ്തവാക്യാണ്. പിന്നെയോ ഒരാള് പശുവിനെ കൊണ്ടാവണം. ഒരു കുഞ്ഞ് കാണുന്നുണ്ട് ഒരു പശുവിനെ കൊണ്ടാ. ആ പശുവിനെ അയച്ചിട്ട് വരുമ്പം മറ്റേ പാളയ്ക്ക് പറയുമോ? അതെ, അങ്ങനെ പറഞ്ഞാൽ എന്തായി? ഓ, ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് വരുമ്പോ എന്തായി? ഇതിൽ ഇന്നാണ് ആ കുഞ്ഞ് മനസ്സിലാവുമല്ലോ. പാർശ്വസ്ഥനായിട്ട് ബാലൻ ഇതെല്ലാം തിരിടം കിട്ടും. അങ്ങനെ തിരിടം കിട്ടുന്ന ബോധങ്ങളും ഉണ്ടാവും. വ്യവഹാരദശ. പിന്നെ വേദങ്ങളിലെല്ലാം യവമയശ്ചരുർഭവതി. യവം എന്ന് പറഞ്ഞാൽ എന്താണ്? വസന്തേ സർവസസ്യാനാം. അത് വാക്യശേഷം എന്ന് പറയും. വേദത്തിലൊക്കെ പറയുന്ന വാക്യശേഷം എന്നുണ്ട്. അതിലും ഇതുണ്ടാവും. പിന്നെ വിവൃതി വിവരണം. ഈ പിക പിക കാക്ക കാക്ക എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, അതെല്ലാം എന്താണ്? ആ വിവരണം കൊണ്ട് ഇന്ന പക്ഷിയാണ്, അത് ഇന്ന പശുവാണ് എന്നൊക്കെ നമുക്ക് എന്താവും? വിവരണം കൊണ്ടുവരും. സാന്നിധ്യത സിദ്ധപദസ്യ വൃദ്ധ. സിദ്ധപദത്തിന്റെ സാന്നിധ്യം കൊണ്ടും എന്തുണ്ടാവാം? വൃദ്ധ വ്യവഹാരം കൊണ്ടും എന്തുണ്ടാവും? ശബ്ദബോധം ഇഷ്ടം പോലെ ഉണ്ടാവാനുള്ള വഴികള്. അങ്ങനെ നിങ്ങൾ എന്താണ്? പല പ്രകാരത്തില് മാതൃഭാഷ അല്ലെ, അമ്മ പറഞ്ഞെന്ന ഭാഷ, അത്തരത്തിൽ മാതൃഭാഷ മുതലുള്ള ഭാഷകളിൽ നിങ്ങൾ എന്തുണ്ടാക്കണം? നിങ്ങളെല്ലാവരും സ്വാധീനം ഉണ്ടാക്കിയിട്ടാണല്ലോ ഇത്തരത്തിലെത്തിയത്. അപ്പൊ ഇത്രയും ഡാറ്റാസ് നമ്മളെ തലക്ക് ഏത് രൂപത്തിലാണുള്ള? വർണ്ണരൂപത്തിലാണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. നാലോചിക്കണം. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ എത്ര GB ഹാർഡ് ഡിസ്ക് ആണ് നാലോചിച്ചോട്ടെ. എത്ര GB ഹാർഡ് ഡിസ്ക് ആണെന്ന് നാലോചിച്ചോട്ടെ. എത്ര GB അല്ല, TB കണക്കിനുണ്ട്. GB എന്നല്ല, GB TB എന്നുള്ള മനുഷ്യന്റെ റാമും മനുഷ്യന്റെ എന്താ പറയണ്ട ബ്രെയിൻ എന്ന് പറഞ്ഞാല് അതൊരു ഹാർഡ് ഡിസ്കോ 2 ഹാർഡ് ഡിസ്കോ TB ഒന്നും ഉണ്ടായാൽ മതിയാവില്ല. എന്നിട്ടും എന്താവില്ല? മനുഷ്യൻ എടുക്കുന്ന പണി എടുക്കാനാവുന്നില്ലല്ലോ. എടുക്കാനാവില്ല, ഇന്നും ആവില്ല. ഇത്രയധികം നേരാക്കാനാവുന്ന ഒറ്റൊരു സാധനം ഇതല്ലോ. ഹ്യൂമൻ ബ്രെയിനിനോട് കടപിടിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇതുവരെ ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കണത്ര നോക്കാം. അതിന് ഉണ്ടാക്കുന്ന ഒരു കാലം വന്നാൽ ഇത്ര ചെറുതായിട്ടാവും വേണ്ടേ. ഇപ്പൊ നാനോ കമ്പ്യൂട്ടറൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇതിന്റെ അത്ര ഒന്നും പണിയെടുക്കുന്നില്ല. നമ്മൾ അങ്ങോട്ട് കൊടുത്ത് ഡാറ്റ ഇങ്ങോട്ട് തരും. നമ്മൾ അങ്ങോട്ട് കൊടുത്തേ ഇങ്ങോട്ട് തരുള്ളൂ. അതായിട്ടൊന്നും ചെയ്യില്ല. ഒരു പണി അദ്ദേഹം സ്വന്തം എടുക്കുന്നില്ല. നമ്മൾ മനുഷ്യന്മാർ ഉണ്ടാക്കി കൊടുത്തതേ അയാൾ എന്ത് ചെയ്യുന്നില്ലോ തരുന്നുണ്ട്. വലിയ കാര്യം തന്നെയാണ്, തരുന്നുണ്ട്. അപ്പോ ഇത്രയധികം എന്തായി? വ്യാകരണം, ഉപമാനം, കോശം, ആപ്തവാക്യത്തെല്ലാം ശക്തി ഇതുണ്ടായാല് ഈ പദത്തിന് എന്ത് പറയും? ശക്തം പദം. പദത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. വർണ്ണങ്ങള് പദായി. പദം സുഗന്ധോ തിങ്ങന്തോ ആണെങ്കിൽ വ്യാകരണക്കാര കണക്കിൽ പദാവുള്ളൂ. ആ പദത്തിന് എന്ത് പറയും? ശക്തം പദം എന്ന് പറയും. ആ ശക്തി ആരാ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ ശക്തി ആരാ ഉണ്ടാക്കുന്നത്? ഈശ്വരൻ ഇച്ഛാന്ന് ശക്തി. ഈശ്വരൻ നിശ്ചയിക്കുന്നുണ്ട്. കണ്ണട എന്ന് പറഞ്ഞാൽ ഈ സാധനത്താ ഇതാണ് കണ്ണട എന്ന് പറയുന്നത് അല്ലെ. കണ്ണട എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോധം ഉണ്ടാവണം. ആര് നിശ്ചയിച്ചിട്ടുണ്ട്? ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പദത്തിന് ഇന്ന പദം കൊണ്ട് ഇന്ന് അർത്ഥം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു വെച്ചിട്ട് അയാള് ആദ്യം യൗകികം, യോഗരൂഢം, യൗകികരൂഢം 4 പ്രകാരത്തിൽ എന്നിട്ട് ഇതുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ പാചകഹ. അതിന് അറിയാനില്ല. പാകം കരോതീതി പാചകഹ. വൺ ഹു ഡ്രൈവ്സ് ഹീസ് എ ഡ്രൈവർ. വൺ ഹു ടീച്ച് ഹീസ് എ ടീച്ചർ. വൺ ഹു കുക്ക് ഹീസ് എ കുക്ക്. അത്രയും. അങ്ങനെ അപ്പൊ എന്തായി? അതിനെന്താ? അതിൽ വേറെ പുതുതായിട്ടൊന്നും കൂടാനോ കുറയാനോ ഇല്ല. അപ്പൊ ഇനിയിപ്പോ നോക്കോ, അല്ലാണ്ട് കുറച്ച് യൗകികം എന്നുണ്ട് വേറൊന്ന് വരാൻ. യോഗം. അപ്പോ അതേപോലെ തന്നെ രൂഢം എന്നൊരു പദം. യോഗം രൂഢം എന്ന് പറയുന്നുണ്ട്. യോഗരൂഢം, യൗകിക. ഇപ്പൊ മണ്ഡപം എന്നുള്ള പദമുണ്ട്. ഇപ്പൊ നമ്മൾ മണ്ഡപം എന്ന് പറയുന്നത് എന്താണ്? ഇത് അത് ഈ ഒറിജിനൽ മണ്ഡപമായിട്ട് യാതൊരു ബന്ധമില്ല. മണ്ഡം എന്ന് പറഞ്ഞാൽ കള്ള് നടത്താണ്. മണ്ഡം എന്ന് പറഞ്ഞാൽ കള്ള് നടത്തും. അത് കുടിക്കുന്നവരാണ് മണ്ഡപൻ അല്ല. നമ്മൾ മണ്ഡപം എന്ന് പറയുന്നത് 1000 കാല മണ്ഡപം, അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ മണ്ഡപം എന്നൊക്കെ പറയുന്നില്ലേ, മണ്ഡപത്തിൽ പൂജ എന്നൊക്കെ പറയുന്നില്ല. അത് കള്ളുകൂടിയായിട്ട് യാതൊരു ബന്ധമില്ല. മണ്ഡപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ ധരിച്ചിരിക്കുക. എല്ലാവരും അങ്ങനെ വെച്ചുള്ളത്. അപ്പൊ അതാണ് യോഗം രൂഢം. അതിന് രൂഢം എന്നാ പറയാം. യോഗരൂഢം അല്ലെ. കുറച്ച് അർത്ഥം ഉണ്ടാവും, കുറച്ച് മുഖ്യാർത്ഥം അങ്ങോട്ടുകൊണ്ട് ഭേദം ഉണ്ടാവും. നോക്കോ, പങ്കജം എന്നുള്ള പദമുണ്ട്. ഒരു ഉദാഹരണമാണ്. ആദ്യം ഞാൻ പാചകപദം യോഗത്തിന് പറഞ്ഞു, രൂഢത്തിന് മണ്ഡപം എന്ന് പറഞ്ഞു, ഗോ എന്ന് പറഞ്ഞു. ആ വേറൊരു പദം പറയാം. ഗോ ഗച്ഛതീതി ഗൗഹു. നടക്കുന്നതെല്ലാം പശുക്കളാണ്. നമ്മൾ പശുക്കളാണോ? അല്ല.
പശു എന്ന് പറയുന്നത് ഗോപഥത്തിന് വേറെ ഇതുണ്ട്, 4 കാലും ഒരു വാലൊക്കെയുള്ള കറക്കുന്ന ഒരു സാധനമാണ് പശു. അപ്പോ നമ്മള് ഗച്ഛതിയല്ലേ, നമ്മൾ നടക്കുന്നില്ലേ? ഉണ്ട്. ഗച്ഛതീതി ഗൗഹു അതിന്റെ സാമാന്യ അർത്ഥം നടക്കുന്നതല്ല പശുക്കളാണ്. അതുകൊണ്ട് നമ്മൾ പശു അല്ല. പശു ഗോ എന്ന് പറയുന്നത് ആ സമുദായത്തിന് മാത്രമുള്ള. അതുപോലെ മണ്ഡപം എന്ന് പറയുന്നത് എന്താണ്? മണ്ഡം വിപരീതി മണ്ഡപഹ എന്നാണ്. പക്ഷെ നമ്മൾ മണ്ഡപം എന്ന് വ്യവഹരിക്കുന്നത് എന്താണ്? അർത്ഥമണ്ഡപം, മറ്റേ പൂജ വയ്ക്കുന്ന മണ്ഡപം, മറ്റേ 6 കാല മണ്ഡപം, 1000 കാല മണ്ഡപത്തൊക്കെ നമ്മൾ വ്യവഹരിക്കുന്നത്. അതിന് രൂഢം എന്ന് പറയും. ഇനി യോഗരൂഢം, പങ്കജപദം. പങ്കത്ത് ഉണ്ടാവുന്നതെല്ലാം പങ്കജാണ് അല്ലെ? പങ്കത്തുനിന്ന് ചളിയിൽ നിന്ന് ഉണ്ടാവുന്നതെല്ലാം എന്താണ്? താമര അല്ലല്ലോ. താമരക്ക് മാത്രമേ എന്ത് പേരുള്ളൂ? പങ്കജം എന്ന് പേരുള്ളൂ അല്ലെ? പങ്കജം തന്നെ തവള. പങ്കത്താണ് തവളയുണ്ട്. അവന് പങ്കജം താമര എന്ന് പേരില്ല. പങ്കജാക്ഷി എന്ന് പറഞ്ഞാൽ തവള കണ്ണി എന്ന് അർത്ഥമില്ല. ഉണ്ടാ ഇല്ല. പങ്കജാക്ഷി എന്ന് പറഞ്ഞാൽ തവള കണ്ണി എന്ന് അർത്ഥം ഉണ്ടാ ഇല്ല. പങ്കജം എന്ന് പറയുന്നത് പങ്കത്തിൽ നിന്നുണ്ടാവുന്നത് പങ്കജം. താമര എന്നാണ് ഈ ലോകം മുഴുവൻ അറിയുന്നത്. പങ്കജാക്ഷി എന്ന് പറഞ്ഞാൽ താമരയുടെ കണ്ണോട് കൂടിയുള്ള ആരോ അവൾ. അവൾക്ക് തവള കണ്ണി ഒന്നും വിളിച്ചാൽ ശരിയാവില്ല. അപ്പൊ അത്തരത്തിലെ എന്തായി യോഗരൂഢം എന്ന് പറയും. യൗകിക രൂഢം എന്ന് വേറൊന്നുണ്ട്. യൗകിക രൂഢം അത് വേദത്തിലൊക്കെ പറയുന്ന പദമാണ്. ഉദ്ഭിതായ ചെയ്ത പശുകാമഹ. പശുകാമൻ ഉദ്ഭിത്തിനെ കൊണ്ട് അവർ മുള, അതായത് ഭൂമിയെ ഭേദനം ചെയ്ത് വരുന്ന സാധനം, അതാ ഉദ്ഭിത്ത് പറയും. അതിന് ഉദ്ഭിതായ ചെയ്ത പശുകാമഹ. അപ്പൊ എന്തായി? അതിന് ഭൂമിയെ ഭേദനം ചെയ്യുന്ന ചില മുളകള് ഉണ്ട്. ആ മുളകള് എന്തായി? അതിനെന്താ പേര്? അതിന് ഉദ്ഭിത്ത് പറയും. അപ്പൊ ഇത്രയധികം പദത്തിന്റെ എന്തുണ്ട്? ഭേദങ്ങളും ഉണ്ട്. അപ്പോ 4 പ്രകാരത്തിലുള്ള പദങ്ങള്. ഈ പദങ്ങള് ഒന്നെന്തെന്ന് യോഗം, മറ്റേത് രൂഢം. യോഗം എന്ന് പറയുന്നത് പാചകം മുതലായിട്ടുള്ളത്, രൂഢം മണ്ഡപം ഗോ മുതലായിട്ടുള്ള പദങ്ങള്, യൗകിക രൂഢം പങ്കജം മുതലായിട്ടുള്ള പദങ്ങള്, യൗകിക രൂഢം ഉദ്ഭിത്ത് മുതലായിട്ടുള്ള പദങ്ങള്. ഇത്രയധികം ഭേദങ്ങൾ എന്തുണ്ട്? 4 പ്രകാരത്തിലുണ്ട്. ശക്തിയുള്ളതാണ് പദം. ഇതിന് ദൈവികതയുണ്ട്. ഈ ദൈവം നിശ്ചയിക്കുന്ന പദം മാത്രമേ എന്താവുള്ളൂ? ഇവിടെ നമുക്ക് വ്യവഹാരത്തിന് ഉപയോഗിക്കാനാവുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ വേറൊരു തരത്തിലുള്ള രൂപം അതേ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ? ഉപയോഗിക്കാനാവുള്ളൂ. നമുക്കൊരു പദം ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് എന്തായി? അത് നിത്യമായിട്ട് എന്താണ് ബ്രഹ്മാവിന്റെ പത്നി രൂപത്തില്, സരസ്വതി രൂപത്തില്, നമ്മളെ ശരീരത്തില് അന്തസഞ്ചാരിയായിട്ടുള്ള വായുവിന്റെ കൂടത്തില് നിൽക്കുന്നുണ്ട്. ആധാരങ്ങളിൽ കൃത്യമായി നിൽക്കുന്നുണ്ട്. അത് ഓരോ സ്ഥാനത്ത് തട്ടിയിട്ട് പുറത്തേക്ക് വരും. ഇനി ഇതിൽ തന്നെ എന്തുണ്ട്? ഇതിന്റെ പ്രയോഗിക്കുമെന്ന് നമുക്ക് എന്ത് വരുന്നുണ്ട്? ആകാംക്ഷ, യോഗ്യത, സന്നിധി എന്നുള്ള മറ്റ് വേറെ കുറെ വിഭാഗങ്ങളുണ്ട്. അത് തന്നെ എന്തുണ്ട്? ശക്തിക്ക് തന്നെ എന്തുണ്ട്? ലക്ഷണ എന്ന് പറയുന്ന വേറൊരു വിഭാഗം ഇല്ലേ? ലക്ഷണ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പ്രയോഗിക്കുന്നുണ്ട്. കാക്കയാണ് നോക്കുവന്നു ആടാ, അത് വെച്ചു. കാക്ക പൂച്ച വന്നാൽ പറ്റുക? കാകേഭ്യോ ദധിരക്ഷതാം അല്ലെ? ആടെ വെയിലിന് നമ്മുടെ സാധനം ഉണക്കാനിട്ടു, കൊള്ളിക്കിഴങ്ങ് ഉണക്കാനിട്ടു എന്ന് വിചാരിക്കാം. മരച്ചീനെ ഉണക്കാനിട്ടു, കാക്കയാണ് നോക്കണം എന്നുണ്ട്. പൂച്ച വന്ന് സമ്മതിക്കാൻ പറ്റുക ഇല്ല. ഈ കാകേഭ്യോ എന്ന് പറഞ്ഞാൽ, കാകേഭ്യോ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ധരിക്കണം, കാക്കേനെ പോലത്തെ എല്ലാം ധരിക്കണം. ഛത്രണോ യാന്തി, കുടക്കാര് പോകുന്നു. അതിൽ കുടയില്ലാത്തൊരുത്തിന് ഉണ്ടാവില്ലേ? ഉണ്ടാവും. നമ്മൾ പറയുന്നത് എന്താണ്? ഛത്രണോ യാന്തി, കുടക്കാരനെ പോകുന്നവർ, അതിൽ കുടയില്ലാത്ത ആളുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളുടെ നാട് എവിടെയാണ്? നമ്മൾ ഈടുന്ന് പറയുന്നത് എന്റെ നാട് പുല്ലൂരാന്ന് പറയും. കുറച്ച് കുറച്ച് നാട് കാഞ്ഞങ്ങാടാന്ന് പറയും. കുറച്ചുകൂടെ അങ്ങ് വിട്ടാല് കാസർഗോഡാണ്, കാസർഗോഡ് ജില്ലയിലാണ്. കുറച്ചുകൂടി വിട്ടാല് കോഴിക്കോട് അപ്പുറത്തെ ഇടുകയാണ്. കുറച്ചുകൂടി വിട്ടാൽ കേരളത്തിലാണ് അല്ലെ? നാടക സ്റ്റേറ്റ് ഒക്കെ മാറി കേരള സ്റ്റേറ്റായി. കുറച്ചുകൂടി വിട്ടാൽ എന്തായി? നമ്മൾ സൗത്ത് ഇന്ത്യയിലായി. ഡൽഹിയിലെത്തിയപ്പോൾ നമ്മൾ മദ്രാസി വാല എന്ന് തന്നെ വിളിക്കാം. മദ്രാസി വാല മറ്റേ അയ്യർ ആത്താഹ എന്നാ പറയുന്നത്. മദ്രാസി വാല അയ്യർ എന്ന് പറഞ്ഞാൽ ഞാനാണ്. അപ്പൊ ആടയുടെ കഥാ പേര്. ഈ നാട്ടിൽ നിങ്ങളുടെ പേര് വിളിക്കുന്ന ആടയുടെ വേറെ പേര് വിളിച്ചിരിക്കുന്നവര്. അച്ഛനും അമ്മയെല്ലാം നാമകരണവും എല്ലാം കഴിക്കുന്നതിനും പോട്ടെ അവരും കഴിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ആടൊരു പേര്. നമ്മൾ ഇന്ത്യനിൽ വിട്ടു എന്ന് വിചാരിക്കാം. ഇന്ത്യനിൽ വിട്ടാൽ നമ്മൾക്ക് എന്താ പേര്? നമ്മൾ ഇന്ത്യക്കാരനായി. ഇന്ത്യ നമ്മുടെ നാടിന്റെ പേര്. ആ ഇന്ത്യ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഏഷ്യൻ, സൗത്ത് ഏഷ്യൻ, കുറച്ചുകൂടി അങ്ങ് ദൂരെത്തിയാൽ അല്ലെ? ഏഷ്യൻ കൺട്രിയിലുള്ള ആളാണ്. അത്രയൊക്കെ പറയും. അപ്പോ ഇതൊക്കെ എന്താണ്? ആപേക്ഷികങ്ങളാന്ന് പറയും. ഇതിനൊക്കെ എന്താ ആപേക്ഷികമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതിനെന്ത് പറയും? ഇതൊന്നും നമ്മളല്ല. നമ്മളെന്ന് പറയുന്നത് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. നമ്മൾ താമസിക്കുന്നത് ചെറിയൊരു സ്ഥലത്താണ്. പക്ഷെ നിങ്ങളുടെ നാടയുടെ പുല്ലൂര് മുഴുവേണ്ട നാടാണ്. ഒന്നല്ല. പുല്ലൂരിൽ ഏതോ ഒരു ഭാഗത്ത് 1000 സ്ക്വയർ ഫീറ്റ് ചെറിയൊരു വീടുണ്ട്. ആടെ ഞാൻ കൂടുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ പുല്ലൂരല്ല എന്റെ നാടാ. പുല്ലൂർ മുഴുവൻ എന്റെ നാട്. ഞാൻ രാജാവട്ടെ പുല്ലൂരിൽ ഒന്നല്ല. അപ്പോ വ്യവഹാരം വേറെ. ഗംഗായാം ഘോഷം, ഗംഗയിലാന്ന് വീട് എന്ന് പറഞ്ഞാല് ഗംഗയിൽ വീട് നിൽക്കില്ല. ഗംഗ പ്രവാഹമുള്ള സ്ഥലം. ഗംഗയുടെ കരക്കൊരു വീടുണ്ട്, അത്രയേ ഉള്ളൂ. ഗംഗയുടെയാണ് വാരാണസി, ഗംഗയിലാണ് വീട്. ദൈവാധീനം. ഗംഗയിലെ നിനക്ക് വീട് നിൽക്കണം. ഗംഗായാം ഘോഷ. അതുപോലെ തന്നെ ഈ പറഞ്ഞ നേരത്തെ ഛത്രണോ യാന്തി പാകേഭ്യോ മഞ്ചാഹ ക്രോശന്തി ഇല്ലേ? കട്ടിലുകൾ കരയുന്നു. കട്ടിലുകൾ കരയണോ? ഇല്ല. കട്ടിലുകൾ കുഞ്ഞളാ കരയും. തൊട്ടിലുകൾ കരയുന്നു. തൊട്ടിൽ കരയുന്നു എന്നാ പറയും. തൊട്ടിൽ കരയുന്നില്ല. തൊട്ടിൽ കരയാനാവില്ല.
തൊട്ടിലുള്ള കുട്ടികളാകട്ടെ, തൊട്ടിൽ കരയുന്നുണ്ട് എന്നാണ്. പഞ്ചാഹ ക്രോശന്തി, മഞ്ചസ്ഥ ശിശവ ക്രോശന്തി അർത്ഥം. അങ്ങനെ അത്തരത്തിലുള്ള ലക്ഷണാന്നും ശക്തി സംബന്ധമായിട്ട് ലക്ഷണ എന്നിട്ട് വേറൊരു വിഭാഗമുണ്ട്. പദം 4 പ്രകാരം, ശക്തി, ലക്ഷണ, അതുപോലെ തന്നെ വ്യഞ്ജന, ഇത് കുറെ വ്യവഹാരങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കഥകളിയെല്ലാം അങ്ങനെയല്ല. കഥകളിയിൽ ഇപ്പൊ കാണിക്കുന്ന താമരേറ്റതും മറ്റേ സൂര്യോദയം എല്ലാം കൈകൊണ്ട് അവർ കാണിക്കുന്നില്ല മുഴുവൻ. ഇതൊന്നും അവർ പറയുന്നേ ഇല്ല. കഥകളിക്കാർ മുഴുവൻ എന്താ പറയുന്നത്, അവർ കൈകൊണ്ട് ആകെ കാണിച്ചിട്ട് മുഴുവൻ കാര്യങ്ങൾ കണ്ണുകൊണ്ട് കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കഥകളും മുഴുവൻ എന്താക്കി തരും, വ്യക്താക്കി തരും. പറയുന്നതിനേക്കാൾ വ്യക്താക്കി തരും. ആര്? അത് ഹാസ്യമായാലും ശൃംഗാരായാലും രസായാലും അല്ലെ? അത് ഓട്ടത്തുള്ളുകാരൻ അങ്ങനെയല്ല. ആരടാ നീ എന്റെ മാർക്കയിൽ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കട്ടാ ഷഠാന്നൊക്കെ പറഞ്ഞാൽ ആ കൃത്യമായിട്ട് പറയാം. ഈ പൂവെല്ലാം പറിക്കുന്നത് ചെണ്ടയിൽ മുട്ടിയാക്കുന്നില്ലേ? സൈരന്ധ്രി പൂ പറിക്കുന്നത് ചെണ്ടയിൽ മുട്ടിയാക്കുന്ന ചെണ്ടക്കാരില്ലേ കഥകളിയിൽ ഉണ്ട്. ആ പൂ ഹനുമാൻ ഇങ്ങനെ ചൊറിയുന്ന ശബ്ദം ചെണ്ടയിൽ വരുന്നത്, അങ്ങനത്തെ ആൾക്കാർ ഉണ്ട്. ഓഹോ, മഹാവിദഗ്ധന്മാരുണ്ട്. ചന്ദ്രവന്നടിയാറുണ്ട്. അത് ചെണ്ടയിൽ മുട്ടിയിട്ടാണ് ഈ ചൊറിയുന്ന ശബ്ദം ഉണ്ടാക്കുക. ഈ വഴിയിൽ ഹനുമാൻ കല്യാണ സൗന്ദര്യത്തില് ചൊറിയുന്നുണ്ടാവും. ആ ചൊറിയുന്ന ശബ്ദം ചെണ്ടയിലാക്കി തരും. അത്ര നല്ല മഹാന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ അതുണ്ട്. ഈ ശബ്ദജാലം എന്ന് പറയുന്ന, വർണ്ണജാലം എന്ന് പറയുന്നത് എന്താണ്? ഹൃദയത്തിൽ വരുന്ന ഒരു സാധനം. അതല്ലേ പറയാനാണോ? ഹൃദയത്തിൽ വരുന്ന സാധനം. അത് പല രൂപത്തിലും പല ഭാവത്തിലും വരുന്ന എല്ലാം എന്താണ്? വർണ്ണങ്ങളാണ്. എല്ലാം തത്വം എന്താണ്? ബ്രഹ്മതത്വം. അതാണ് ബ്രഹ്മാവിന്റെ പത്നി. അതാണ് ഈ ബ്രഹ്മതത്വം എന്ന് പേരെന്നെ വന്നു. അക്ഷര ബ്രഹ്മ എന്ന് പേര് വരാൻ കാരണം എന്താ? ബ്രഹ്മാവിന്റെ പത്നിയുടെ രൂപത്തിൽ, അതായത് സൃഷ്ടിയുടെ പത്നി രൂപത്തിൽ. ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നത് അക്ഷരമില്ലാണ്ട് സൃഷ്ടിക്കാനാവില്ലല്ലോ. വാക്കോ പ്രവൃത്തിയോ ഇല്ലാണ്ട് എന്താവില്ല, വാക്കിന്റെ പ്രവൃത്തി ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ മറ്റേ വാഗർത്ഥാവ്യ സമ്പർക്കോ. അത് രണ്ടും വേറെ വേറെ അല്ല. വാക്കും അർത്ഥം വേറെ വേറെ അല്ലല്ലോ, രണ്ടും ഒറ്റൊന്നാണ്. വാക്കിനെ വിട്ട് അർത്ഥം നോക്കില്ല, അർത്ഥം വിട്ടിട്ട് വാക്കിനെ നിൽക്കില്ല. രണ്ടും ഒന്നിച്ച് പാർവതി പരമേശ്വരന്മാരെ പോലെ നിൽക്കുന്ന വാഗർത്ഥൻ. അതുപോലെ ലക്ഷ്മിയും പാർവതി പരമേശ്വരവും അല്ലെ? രമ ഈശ്വരൻ, രമ അതുപോലെ തന്നെ മഹാവിഷ്ണു രണ്ടുപേരും നിൽക്കുന്ന പോലെയും, അതുപോലെ തന്നെ ബ്രഹ്മാവ് സരസ്വതി. ഇത്തരത്തിലുള്ള സൃഷ്ടി സ്ഥിതി സംഹാര 3 പ്രക്രിയകളിൽ സൃഷ്ടിയിലെ ദേവതയായിട്ട് ബ്രഹ്മാവിന്റെ സരസ്വതി നിത്യമായിട്ട്. ബാക്കി എന്തല്ല, ബാക്കി മറ്റേതൊന്നും നിത്യങ്ങളല്ല. ഏത് നിത്യങ്ങളല്ല? ലക്ഷ്മി നിത്യല്ല. അതുപോലെ തന്നെ മറ്റേ നിത്യല്ല. ഇത് ശക്തി എന്ന് പറയുന്നത് യു ക്യാൻ ചേഞ്ച് ദ എനർജി, യു ക്യാൻ ക്രിയേറ്റ് എനർജി. ഇത് ഉണ്ടാക്കാനാവില്ല. മറ്റേ ഇയാൾ പറഞ്ഞതാണ് E=mc². അത് നമുക്ക് നേരാക്കാനാവില്ല. ഇതെന്ത് ചെയ്യാം? ഇത് നിത്യമായിട്ട് എല്ലാ കാലത്തും ഇതിനൊക്കെ വേണ്ട കാര്യങ്ങളെല്ലാം ബോധം ഉണ്ടാക്കുന്ന ശബ്ദത്തിന്റെ ബോധം അതിനൊന്നുണ്ടാവും, ശബ്ദബോധം ഉണ്ടാവും. അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അതിനെന്തുണ്ട്? പദത്തിന്റെ ജ്ഞാനം വേണം, പദാർത്ഥ ബോധം വേണം, പദജ്ഞാനജന്യ പദാർത്ഥ ബോധം. പദജ്ഞാനം കൊണ്ടുണ്ടാവുന്ന പദാർത്ഥത്തിന്റെ ബോധം ഉണ്ടായ എന്തായി? ശബ്ദബോധം ഉണ്ടാവും. ആ ശബ്ദബോധം വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ ബോധം വന്നാല് നമ്മൾ രക്ഷപ്പെട്ടു. അത് ബോധം വരുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള കുറവ്. അത് വരുന്നില്ല, അത് വന്നു നമ്മളിവിടെ എത്തിപ്പെട്ടില്ലേ. അപ്പൊ നമുക്ക് ബോധമുള്ളിടത്തോളം എന്തായി? കിട്ടുന്നിടത്തോളം നമ്മൾ ജ്ഞാനം വർദ്ധിക്കും. ആ ബോധം ഉണ്ടാവണം. ആ ഉണ്ടാവണം എന്ന് വേണം? ഈ അക്ഷരത്തിന് ഉപാസിക്കണം. അതാണ് നമ്മളെ ഉദ്ദേശം. അതാണ് കഴിക്കുന്നത്. ഈ അക്ഷരങ്ങളെ നമ്മൾ ഉപാസിച്ചുകൊണ്ടിരുന്ന നമുക്ക് എന്തായി? നമുക്ക് അതിനുള്ള ശക്തി ആ ദേവത നമുക്ക് ഉണ്ടാക്കി തരും. നമ്മൾ അക്ഷരങ്ങളായിട്ട് എപ്പോഴും എന്താവും? നമുക്ക് കളിച്ചുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യം തലമുറയായിട്ട് ഉണ്ടാവും. അത് ഉണ്ടായാൽ എന്തായി? വിദ്യാധനം സർവധന പ്രധാനം. ശ്രേയോഹി ഭഗവത്ഗീതയിലെ വാക്യാണ്. ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത് അല്ലെ? ആ അഭ്യാസം കൊണ്ടേ എന്നിട്ടാവുള്ളൂ ജ്ഞാനം ഉണ്ടാവുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞാൽ എന്തൊരു അഭ്യാസമാണ്? ഈ വർണ്ണവും നേരാക്കലും തിരിക്കലും പരിക്കലും എല്ലാം അഭ്യാസമല്ലേ അത്? അതാണ് അതിന് വിദ്യാഭ്യാസം എന്ന് പേര് കിട്ടിയ. ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത്. ആ ജ്ഞാനത്തെ എന്തുണ്ടാവുള്ളൂ? ധ്യാനം ഉണ്ടാവും. ധ്യാനം വിശിഷ്യതേ. ആ ധ്യാനത്തെ നമുക്ക് എന്തുണ്ടാവുള്ളൂ? കർമ്മഫലത്യാഗ അല്ലെ? കർമ്മണ്യേവാധിക. ആ മനസ്സുണ്ടാവണം എന്ത് വേണം അല്ലെ? അതുണ്ടാവണം എന്ത് വേണം? കർമ്മഫലത്യാഗ. ആ അതിൽ എന്തുണ്ടാവുള്ളൂ? പൈസ ഉണ്ടാവണം, മനഃശാന്തി ഉണ്ടാവില്ല. ധരിക്കുന്ന അതൊക്കെ ഒന്നുണ്ടായാലും ശാന്തി ഉണ്ടാവണം എന്ത് വേണം? ത്യാഗാൻ ശാന്തിരനന്തരം. ഈ അഭ്യാസം കൊണ്ടുണ്ടാവുന്ന ജ്ഞാനം, ആ ജ്ഞാനം കൊണ്ടുണ്ടാവുന്ന കർമ്മഫലത്യാഗത്തിലുള്ള ബോധം, ആ കർമ്മഫലത്യാഗത്തെ എന്തുണ്ടാവുള്ളൂ? ശാന്തി ഉണ്ടാവുള്ളൂ. മനഃശാന്തി ഉണ്ടാവാൻ പൈസ ഉണ്ടായിട്ടോ, വീടുണ്ടായാലോ, കാറ് മേടിച്ചാലോ, ഡെപ്പോസിറ്റ് വെച്ച് ഒരു കാര്യം അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഉണ്ടാ തോന്നും, ഒരു ഭ്രമം തോന്നും, അത്രയല്ല. അതൊക്കെ വെറും എന്താണ്? വ്യാവഹാരിക. അതിലുണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ആ വിദ്യ നമുക്ക് എന്ത് തരും? വിദ്യാദദാതി വിനയം. ആ വിദ്യ നമുക്ക് നമ്മൾ പഠിക്കുന്തോറും നമുക്ക് എന്താ കിട്ടുന്നത്? വിനയാജാസ്യാവും. എന്നുവെച്ചാൽ പഠിച്ചത് പോരാ തോന്നല് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നു. കുറച്ച് പഠിച്ചോൻ എല്ലായി ഇനിയപ്പുറം ഞാൻ ബൃഹസ്പതിയിൽ അവതാരമായി തോന്നും. ഞാൻ ബൃഹസ്പതി കഴിഞ്ഞാലാണ് ഞാനാണ് തോന്നിയാൽ നിവൃത്തിയില്ല. ഓനെ നേരാക്കാനാവില്ല. അപ്പോ അത്തരത്തിലുള്ളത് വിദ്യ നമുക്ക് ഉണ്ടാവുന്നതിന് നമ്മൾ വിനയം കൂടിക്കൊണ്ടുവരിക. വിദ്യാദദാതി വിനയം
വിനയാദ്യാന്തി പാത്രത, നമ്മൾ പാത്രാവും. പാത്രത്വാ സുഖമാപനോതി, അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്തുള്ളൂ, ആ വിദ്യ കൊണ്ട് നമുക്ക് ജീവിക്കാനാവുള്ളൂ. തസ്മാത് ധർമ്മ, അതിനെ ത്യാഗ, നേരത്തെ പറഞ്ഞില്ലേ കർമ്മഫല ത്യാഗ. തസ്മാത് ധർമ്മ, അതിനെ ധർമ്മം ഉണ്ടാവുള്ളൂ. അതിൽ എന്തുണ്ടാവുള്ളൂ, ആ ധർമ്മത്തിനെ സുഖം ഉണ്ടാവുള്ളൂ. അപ്പോ യഥാർത്ഥ സുഖം, യഥാർത്ഥ ശാന്തി ഇത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം, ആ അക്ഷരദേവതയുടെ അനുഗ്രഹം വേണം എന്നർത്ഥം. ആ അക്ഷരദേവതയുടെ എന്ത് വേണം, അനുഗ്രഹം വേണം. നമ്മളതിനെ തന്നെ ഉപാസിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അവസരം എൻ്റെ എന്താ പറയുക, വളരെ കുറഞ്ഞ അറിവ് അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഇത് സ്പെഷ്യലിസ്റ്റ് ഒന്നല്ല. അപ്പോ കുറഞ്ഞ അറിവിൽ ഉണ്ടാക്കാനൊരു അവസരം, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ ഉണ്ടാക്കിയ അവസരം തന്നിട്ട് തന്ത്രസമാജക്കാരോടും ഇതുവരെ കേട്ട് സഹിച്ചിട്ട് നിങ്ങളോട് എല്ലാവരോടും എന്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വെബിനാർ നമുക്ക് കൂടെ അവസാനിപ്പിക്കാം. ഇനി വിഷു തിരക്കെല്ലായി ഇഷ്ടം പോലെ, അത് കഴിഞ്ഞ് പുതിയ വിഷയത്തിലേക്ക് കയറാം. ആയിക്കോട്ടെ. നാരായണ ശ്രീരാമണ്ണല്ലോ നാട്ടിൽ തന്നെ ഇല്ല എന്തോ